ഫോർത്ത് ഫോർത്ത് ശ്ലോകം മുതലാണ് നമ്മൾ കാണാൻ പോകുന്നത്. അപ്പൊ നമ്മൾ എന്താണ് ഈ ഈ ഒരു ചാപ്റ്ററിൽ കാണുന്നത്? ഭഗവാൻ വന്നിട്ട് ഹസ്തിനപുരത്തിൽ നിന്നും തന്റെ കർത്തവ്യങ്ങളെ എല്ലാം തീർത്ത് തിരിച്ച് ദ്വാരകയിലേക്ക് വരുമ്പോൾ ദ്വാരകയിലെ ജനങ്ങൾ അത്ര നാളും ഭഗവാനിൽ നിന്ന് അകന്ന് വിരഹത്തിൽ കഴിഞ്ഞിരുന്ന ദ്വാരകയിലെ ജനങ്ങൾ എങ്ങനെയാണ് ഭഗവാനെ സ്വീകരിക്കുന്നത് എന്നാണ് എന്ത് ചെയ്യുന്നത് നമ്മൾ കാണുന്നത്. അപ്പൊ നമ്മൾ നേരത്തെ 2-3 ശ്ലോകങ്ങളിൽ കണ്ടു, അവര് കാത്തിരിക്കുന്നു എന്ന് മനസ്സിലായതുകൊണ്ട് തന്നെ ഭഗവാൻ വന്നിട്ട് ദ്വാരകയിൽ എത്തുന്നതിന് മുന്നേ തന്നെ തന്റെ പാഞ്ചജന്യം മുഴക്കുകയുണ്ടായി. ആ പാഞ്ചജന്യം എന്ന് പറയുന്നത് അവരുടെ ആ ഒരു എന്താണ് കാത്തിരിപ്പിനെ വിരാമം കുറിക്കാൻ വേണ്ടിയിട്ടുള്ള അദ്ദേഹത്തിന്റെ ഒരു പ്രവർത്തനമായിരുന്നു. അപ്പൊ എങ്ങനെയാണ് ഭഗവാന്റെ കയ്യിൽ ആ പാഞ്ചജന്യം ഇരിക്കുന്നത് എന്ന് വളരെ മനോഹരമായിട്ട് സുത ഗോസ്വാമിയുടെ വിവരിച്ചു തരുന്നുണ്ട്. നല്ല നല്ല എന്താണ് വൈറ്റ് കളറിലുള്ള ആ പാഞ്ചജന്യം ഭഗവാന്റെ റെഡിഷ് ആയിട്ടുള്ള ലോട്ടസ് പെറ്റല് പോലെ ഇരിക്കുന്ന കൈക്ക് അകത്തിരിക്കുമ്പോൾ ഒരു വൈറ്റ് സ്വാൻ വന്നിട്ട് ഈ ലോട്ടസ് പെറ്റലിന് ഇടയിൽ കളിക്കുന്നത് പോലെയാണ് എന്നൊക്കെ നമ്മൾ വളരെ മനോഹരമായിട്ട് എങ്ങനെയാണ് സൂത ഗോസ്വാമി വിവരിച്ചിരിക്കുന്നത് എന്ന് കണ്ടു. ആ ഒരു ശബ്ദം കേട്ടപ്പോ തം ഉപശ്രുത്യ നിനാദം ജഗത് ഭയാവഹം. ഈ കേട്ടത് എന്താണ്? ഭഗവാന്റെ പാഞ്ചജന്യത്തിന്റെ മുഴക്കം. അത് കേട്ടപ്പോഴേക്കും ദ്വാരകയിലെ പൗരജനങ്ങളെല്ലാം തന്നെ അദ്ദേഹത്തിനെ വരവേൽക്കാൻ വേണ്ടിയിട്ട് എന്താണ് വളരെ വേഗത്തിൽ ഓടുകയാണ്. കാരണം അവരുടെ ആ ഒരു വിരഹം എന്ന് പറയുന്നത് ക്ഷണനേരം കൊണ്ട് അപ്രത്യക്ഷമാകാൻ പോവുകയാണ് എന്ന് അറിഞ്ഞുകൊണ്ട്. പിന്നെ നമ്മൾ പ്രഭുപാദിന്റെ പർപ്പൊട്ടിൽ നിന്നും ഈ ഒരു പാഞ്ചജന്യം അല്ലെങ്കിൽ അതിന്റെ ശംഖനാദത്തെ കുറിച്ച് എങ്ങനെയാണ് നമ്മളുടെ ജീവിതവുമായി കണക്ട് ചെയ്യുന്നത് എന്ന് കണ്ടു. നമ്മളെല്ലാവരും ദ്വാരകയിലെ ജനങ്ങളെ പോലെ തന്നെ എന്താണ് ഭഗവാനിൽ നിന്നും അകന്ന് എത്രയോ നാളുകളായിട്ട് കഴിയുകയാണ്. അപ്പൊ അങ്ങനെ കഴിയുമ്പോൾ നമ്മളുടെ ചെവിയിൽ വന്നിട്ട് എന്താണ് സ്ക്രിപ്ചേഴ്സിന്റെ അല്ലെങ്കിൽ ഭഗവാന്റെ ഹരേ കൃഷ്ണ മഹാമന്ത്രത്തെ ഗുരുവും വൈഷ്ണവരും പിന്നെ പുസ്തകത്തിൽ കൂടി, അതായത് സ്ക്രിപ്ചേഴ്സിൽ കൂടി നമുക്ക് കിട്ടും. അപ്പൊ നമ്മളത് സ്വീകരിച്ച് ഈ ഭൗതിക ലോകത്തു നിന്നും പെട്ടെന്ന് ഭഗവാന്റെ അടുത്തേക്ക് പോകാൻ വേണ്ടി തൽപരരായിട്ട് എന്ത് ചെയ്യണം? വളരെ സീരിയസ് ആയിട്ട് തന്നെ ഈ ഒരു ഡിവോഷണൽ സർവീസ് എടുക്കണം എന്നാണ് നമ്മൾ ഈ ഒരു കണക്ഷനിൽ നമ്മൾ കഴിഞ്ഞ തവണ പറഞ്ഞത്. അപ്പൊ നമുക്ക് അടുത്ത ഒരു ശ്ലോകം കാണാം, 4 and 5. ഓം നമോ ഭഗവത്തെ വാസുദേവായ. ഓം നമോ ഭഗവത്തെ വാസുദേവായ. ഓം നമോ ഭഗവത്തെ വാസുദേവായ. നമ ഓം വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലെ ശ്രീമത്തെ ഭക്തിവേദാന്ത സ്വാമിന്നിതി നാമിനെ. നമസ്തേ സരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യദേശതാരിണേ. जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधरा श्रीवासादि गौर भक्त वृंद. हरे कृष्णा कृष्ण कृष्णा हरे हरे, हरे राम 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 हरे हरे. हरे कृष्ण. फोर्थ श्लोक നമുക്ക് കേൾക്കാം. तत्रोपनीत बलयो रवेर्दीपम इवादृता आत्मारामं पूर्णकामं निजलाभेन नित्यदा. प्रीति उत्फुल्ल मुख प्रोचुर हर्ष गद्गदाय गिरा, हर्ष गद्गदाय गिरा. पितरं सर्वसुहृदं अवितारं इवार्भका. എന്താണ് അവർ പറയുന്നത്? തത്രോപനീത ബലയോ രവേർദീപം ഇവാദൃത ആത്മാരാമം പൂർണകാമം നിജലാഭേന നിത്യദാ. പ്രീതി ഉത്ഫുല്ലമുഖ പ്രോചുർ ഹർഷ ഗദ്ഗദയാ ഗിരാ. പിതരം സർവസുഹൃദം അവിതാരം ഇവാർഭക. എന്താണ് ഭഗവാന്റെ ആ ജനങ്ങളുമായിട്ടുള്ള ബന്ധം എന്നാണ് ഈ ഒരു ശ്ലോകത്തിൽ നിന്നും, അതായത് ദ്വാരകയിലെ ജനങ്ങൾ എങ്ങനെയാണ് ഭഗവാനെ
തങ്ങളുടെ സ്വന്തമായിട്ട് കാണുന്നത്, ഏതു തരത്തിലാണ് ഭഗവാൻ അവരുടെ സ്വന്തമായി തീരുന്നത് എന്ന് ഈ ശ്ലോകത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാകും. നമുക്കൊന്ന് നോക്കാം. തത്ര, അതായത് ഇവർ ഈ ഓടി വരുന്നത് ആ ഒരു സീനാണല്ലോ നമ്മൾ ലാസ്റ്റ് കണ്ടത്. അപ്പോ ആ ഒരു സമയത്ത് ഉപനീത ബലയഹ, ഉപനീത ബലയഹ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ആ ആദ്യം അവർ വരുമ്പോ ഭഗവാനെ കാണാൻ വേണ്ടിയിട്ട് അവർ വെറും കൈയോടെ അല്ല വരുന്നത്. എന്തെങ്കിലും അവർക്ക് കൊടുക്കാൻ പറ്റുന്ന തരത്തിലുള്ള ചെറിയ ചെറിയ ഓഫറിങ്സുമായിട്ടാണ് വരുന്നത്. ഫ്രൂട്ട്സ് ആകാം, ഫ്ലവേഴ്സ് ആകാം, മാലയാകാം, എന്ത് വേണമെങ്കിലും ആകാം. നമ്മള് ഒരുപാട് നാളുകൾക്ക് ശേഷം ഒരു പ്രിയപ്പെട്ട വ്യക്തിയെ കാണുമ്പോൾ കാണുന്ന സന്തോഷത്തിലുപരി നമ്മൾക്ക് അവർക്ക് സന്തോഷമാകുന്ന എന്തെങ്കിലും തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുക എന്നത് നമ്മൾ എന്താണ് ഒരു മര്യാദയാണ് എന്ന് പറയൂലേ. അപ്പൊ ഭഗവാനെ കാണാൻ വേണ്ടി ഇവർ പോകുമ്പോൾ അവരുടെ മുന്നിൽ വന്നിട്ട് ഭഗവാൻ നിൽക്കുന്നു, വളരെ മനോഹരനായിട്ട് നിൽക്കുന്നു. അപ്പോ അവരുടെ കയ്യിൽ എന്താണോ അവർക്ക് ഭഗവാന് കൊടുക്കാനുള്ളത് അവർ വളരെ ഹൃദയത്തോടു കൂടി, അതായത് എന്താണ്, വളരെ സന്തോഷകരമായ ഭാവത്തോടു കൂടി ഭഗവാൻ അത് സമർപ്പിക്കുന്നു. അതാണ് തത്രോപനീത ബലയോ. പിന്നെ അതിന്റെ തൊട്ട് താഴെ സൂത ഗോസ്വാമി പറയുന്നത് എന്താണ്? രവേർ ദീപം ഇവാദൃത. എന്താണ്? സൂര്യന് വിളക്ക് കത്തിച്ച് എന്ത് ചെയ്യുന്നത് പോലെയാണ്, സൂര്യന് വിളക്ക് കത്തിച്ച് ഓഫർ ചെയ്യുന്നത് പോലെയാണ് എന്ന്. ഓക്കു, സൂര്യന്റെ പ്രകാശവും വിളക്കും കമ്പയർ ചെയ്ത് കഴിയുമ്പോഴേക്കും സൂര്യന് വിളക്കിന്റെ ആവശ്യമില്ല. പക്ഷെ എങ്കിലും ഈ സൂര്യൻ, അതായത് ഭഗവാൻ വന്നിട്ട് അവരുടെ ഓഫറിങ്സ് സ്വീകരിക്കുന്നു. എങ്ങനെയാണ് ഭഗവാൻ? ആത്മാരാമം പൂർണ്ണകാമം. ആത്മാരാമം സെൽഫ് സഫീഷ്യന്റ്, പൂർണ്ണകാമം, അതായത് എല്ലാ സാറ്റിസ്ഫാക്ഷനും അല്ലെങ്കിൽ എല്ലാം സർവവും തൃപ്തനായവൻ എന്നാണ് പറയുന്നത്. പൂർണ്ണകാം, ഭഗവാന് വേണ്ടിയിട്ട്, ഭഗവാന് പ്രത്യേകിച്ച് ആഗ്രഹങ്ങളോ അങ്ങനെ എന്താണ് സാധിക്കാത്തതായിട്ടുള്ള, ഇനി നമ്മൾ എന്തെങ്കിലും കൊടുത്താൽ മാത്രമേ ഭഗവാന് അതെല്ലാം സാധിക്കൂ, അങ്ങനെ ഒന്നുമില്ല. ഭഗവാന് വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്നതെല്ലാം വന്നിട്ട് ഭഗവാന്റെ കയ്യിൽ നിന്നും തന്നെ നമുക്ക് കിട്ടുന്ന കാര്യങ്ങളാണ്. അപ്പോ സൂര്യന്റെ മുന്നിൽ എന്ന് കാണിക്കുന്നത് പോലെയാണ്, ദീപം കാണിക്കുന്നത് പോലെയാണ് ഭഗവാന്റെ മുന്നിൽ ഈ തരത്തിലുള്ള ഓഫറിങ്സ് ദ്വാരകയിലെ ജനങ്ങൾ കൊടുക്കുന്നത് എന്നാണ് പറയുന്നത്. അപ്പോ അദ്ദേഹം ആത്മാരാമനാണ്, അതായത് അദ്ദേഹത്തിന് പ്രത്യേകിച്ച് ഒന്നും നമ്മൾ കൊടുത്തില്ലെങ്കിലും അദ്ദേഹം സെൽഫ് സാറ്റിസ്ഫൈഡ് ആണ്, പൂർണ്ണകാമം, അദ്ദേഹത്തിന് പ്രത്യേകിച്ച് ആഗ്രഹങ്ങളൊന്നുമില്ല. പക്ഷെ എങ്കിലും അദ്ദേഹം ഇത് സ്വീകരിക്കും. കാരണം അദ്ദേഹം ഈ ഒരു ക്രയവിക്രയങ്ങൾ, സ്നേഹത്തോടു കൂടിയുള്ള ക്രയവിക്രയങ്ങൾ എന്ന് പറയുന്നത് വളരെ വാല്യൂ ചെയ്യുന്ന അല്ലെങ്കിൽ വളരെ മതിക്കുന്ന ഭഗവാനാണ്, അല്ലെങ്കിൽ ആളാണ്. ആര്? ഈ പ്രസന്റേഷൻസ് അദ്ദേഹം എങ്ങനെയാണ് അത് സ്വീകരിക്കുന്നത് എന്ന് നോക്കൂ. അപ്പോ എന്താണ് പറയുന്നത്? തത്ര ഉപനീത ബലയോ രവേർ ദീപം ഇവാദൃത ആത്മാരാമം പൂർണ്ണകാമം നിജലാഭേന നിത്യത. ഇതെല്ലാം ദ്വാരകയിലെ ജനങ്ങൾക്ക് ഈ ഓപ്പുലൻസ് എല്ലാം ഉണ്ടാകുന്നത് അവർ എവിടെ ആയതുകൊണ്ടാണ്? ഭഗവാന്റെ ലോകത്ത് അല്ലെങ്കിൽ ഭഗവാന്റെ രാജ്യത്ത് അദ്ദേഹം തന്നെയാണ് ഈ ജനങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും ഒരു മുട്ടും കൂടാതെ അല്ലെങ്കിൽ ഒരു കുറവും കൂടാതെ സപ്ലൈ ചെയ്യുന്നത്. അച്ഛനെ പോലെ അല്ലെ. ഇപ്പോ ഒരു കുട്ടി അച്ഛന് ഒരു ഗിഫ്റ്റ് കൊടുക്കണമെന്ന് തീരുമാനിക്കുന്നു. കുട്ടിക്ക് ആ ഗിഫ്റ്റ് വാങ്ങിക്കാനുള്ള പൈസ എവിടെ നിന്നാണ് കിട്ടുന്നത്? അച്ഛന്റെ കയ്യിൽ നിന്ന് തന്നെയാണ് കിട്ടുന്നത്. പക്ഷേ സ്നേഹത്തോടു കൂടി ആ കുട്ടി ഈവൻ അച്ഛന്റെ കയ്യിലിരിക്കുന്ന പൈസ കൊടുത്തിട്ട് ഒരു ഗിഫ്റ്റ് വാങ്ങിച്ച് കുട്ടി അച്ഛന് കൊടുക്കുകയാണെങ്കിൽ കൂടി അച്ഛൻ അത് വളരെ സന്തോഷത്തോടു കൂടി സ്വീകരിക്കും. കാരണം എന്താണ്? മാറ്റർ അല്ലെങ്കിൽ വസ്തുവിലല്ല, അല്ലെങ്കിൽ ആ വസ്തു എവിടെ നിന്ന് വരുന്നു എന്നതിലല്ല, എത്ര സ്നേഹത്തോടു കൂടിയാണ് അത് കിട്ടുന്നത് എന്നതിനെ അനുസരിച്ചിരിക്കും അല്ലേ. ആ സ്നേഹം എന്ന് പറയുന്നത്, അതിനാണ് വാല്യൂ ഉള്ളത്. അപ്പൊ നമ്മൾ വിചാരിക്കും നമ്മൾ ഭഗവാൻ എന്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്? ഈ കാണുന്ന എല്ലാം ഭഗവാന്റെ തന്നെ സ്വന്തമാണ്. ഗംഗയിലെ ജലത്തിന് എടുത്ത് ഗംഗയ്ക്ക് തന്നെ കൊടുക്കുന്നത് പോലെ തന്നെയാണ് എന്ന് ആചാര്യന്മാര് പറയുന്നുണ്ട് ഭഗവാന് നമ്മൾ എന്തെങ്കിലും ഓഫർ ചെയ്യുന്നത്. പക്ഷേ ആ ഓഫർ ചെയ്യുന്ന ആളുടെ എന്താണ് മനസ്സാണ് എന്ത് ചെയ്യുന്നത് ഭഗവാൻ കാണുന്നത്.
പത്രം പുഷ്പം ഫലം തോയം യോമേ ഭക്തിയാ പ്രയശ്ചതി തദഹം ഭക്തി ഉപഹൃതം അശ്നാമി പ്രയതാത്മനഃ. അതിനകത്ത് മാറ്ററിനല്ല പ്രത്യേകതയുള്ളത്. ഇപ്പോ വസ്തുക്കള് എത്ര മനോഹരമായ വസ്തുക്കൾ, കോസ്റ്റ്ലി ആയിട്ടുള്ള വസ്തുക്കൾ നമ്മൾക്ക് ഇപ്പൊ അഫോർഡ് ചെയ്യാൻ പറ്റില്ല, വാങ്ങിക്കാൻ പൈസ ഉണ്ടാവുകയില്ല ഭഗവാന് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഭഗവാന് സ്വർണം കൊടുക്കണമെന്ന് നമുക്ക് താല്പര്യമുണ്ട്. പക്ഷെ ഇപ്പൊ സ്വർണം വാങ്ങാൻ പറ്റുകയില്ല, കാരണം അത്രയ്ക്ക് വില കൂടുതലാണ് സ്വർണത്തിന്. പക്ഷെ ഒരു ചെറിയ നമ്മുടെ കൈകൊണ്ട് ഉണ്ടാക്കിയതോ അല്ലെങ്കിൽ വളരെ മനോഹരമായിട്ട് നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്നതോ ആയിട്ടുള്ള കുറച്ച് ഓർണമെന്റ്സ് ഭഗവാൻ വാങ്ങിച്ചു കൊടുത്ത് ഭഗവാന്റെ വിഗ്രഹത്തിൽ ചാർത്തി കാണുമ്പോൾ എന്താണ് ഭഗവാൻ നോക്കുന്നത്? ഭാവഗ്രാഹി ജനാർദ്ദന എന്നാണ് ഭഗവാന്റെ വിശേഷണം, അല്ലേ? അപ്പൊ ഭാവഗ്രാഹി ആയതുകൊണ്ട് തന്നെ ഭാവത്തിലാണ് ഭഗവാൻ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്, വസ്തുവിലല്ല എന്നാണ്. പക്ഷെ നമ്മൾ വസ്തു വാങ്ങിക്കാനുള്ള പാങ്ങുണ്ടെങ്കിൽ അല്ലെങ്കിൽ കഴിവുണ്ടെങ്കിൽ വസ്തു കൊടുക്കാതിരിക്കുന്നത്, ഭഗവാൻ അത് കൊടുത്തിട്ട് അല്ലെങ്കിൽ വസ്തുവിനെ അല്ല ഭഗവാൻ കാണുന്നത് എന്ന് വിചാരിച്ച് നമ്മുടെ ലേസിനെസ് കൊണ്ടോ നമ്മുടെ സ്വാർത്ഥത കൊണ്ടോ ചെയ്യാതെ ഇരിക്കുകയും ചെയ്യരുത്. സാധ്യത ഉണ്ടെങ്കിൽ, അതായത് കഴിവ് ഉണ്ട് എങ്കിൽ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന മാക്സിമം ആയിട്ടുള്ള ബെസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെ ഭഗവാന് കൊടുക്കണം. പക്ഷെ അത് വാങ്ങാൻ സാധ്യതയില്ല അല്ലെങ്കിൽ അതിനുള്ള കഴിവില്ല എങ്കിൽ എന്താണോ നമ്മൾക്ക് പറ്റുന്നത് അത് ഹൃദയത്തോടു കൂടി ഭഗവാന് ഓഫർ ചെയ്യണം. ഈ രണ്ട് കാര്യങ്ങളും ശ്രദ്ധിക്കണം. ഒന്ന് സിൻസിയറിറ്റിയാണ്, ആത്മാർത്ഥത. എനിക്ക് ഭഗവാനോട് സ്നേഹമുണ്ട്, എനിക്ക് ഇന്ന കാര്യങ്ങൾ ഭഗവാന് കൊടുക്കാൻ കഴിയും എന്ന് ഉറപ്പുണ്ട് എങ്കിൽ കൊടുക്കാൻ കഴിയുന്നതിന്റെ മാക്സിമം ബെസ്റ്റ് ആയിട്ടുള്ള സാധനങ്ങൾ തന്നെ ഭഗവാന് കൊടുക്കണം. പക്ഷെ കയ്യിലില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെറിയ സാധനമാണെങ്കിലും ഭഗവാൻ സ്വീകരിക്കും എന്നുള്ള ഫെയ്ത്ത് അല്ലെങ്കിൽ വിശ്വാസവും വേണം. ഇങ്ങനെയാണ് ഭഗവാന് നമ്മൾ എന്തെങ്കിലും ഓഫറിങ് കൊടുക്കുന്നത്. ദ്വാരകയിലെ ജനങ്ങൾ അവരവർക്ക് താല്പര്യം, അതായത് എന്താണോ ഭഗവാന് കൊടുക്കാൻ വേണ്ടി അവർക്ക് ആഗ്രഹമുണ്ടായിരുന്നത് അവർ കൊടുത്തു. രവേർ ദീപം ഇവാദൃത. ഭഗവാൻ ആത്മാരാമനും പൂർണ്ണകാമനും ആയതുകൊണ്ട് ഭഗവാൻ അതിന്റെ ആവശ്യമില്ല എങ്കിലും അദ്ദേഹം തന്നെയാണ് നിജലാഭേന നിത്യത. അവർക്ക് എന്നും ആരാണിത് കൊടുക്കുന്നത്? ഭഗവാൻ തന്നെയാണ് അത് കൊടുക്കുന്നതെങ്കിലും അവർ സൂര്യനെ വന്നിട്ട് വിളക്ക് കാണിക്കുന്നത് പോലെയാണ് ഭഗവാന്റെ മുന്നിൽ ഇതെല്ലാം പ്രസന്റ് ചെയ്യുന്നത്. പ്രീതി ഉത്ഫുല്ല മുഖ പ്രോചുർ. എന്താണ് പ്രീതി ഉത്ഫുല്ല മുഖ പ്രോചുഹു? പ്രോചു എന്ന് പറഞ്ഞാൽ പറഞ്ഞു എന്നാണ് അർത്ഥം. ആരാണ് ഈ സിറ്റിസൺസ്, ദ്വാരകയിലെ ആൾക്കാര് ഭഗവാനെ, പൗരജനങ്ങൾ ഭഗവാനെ വന്നിട്ട് സ്തുതിക്കാൻ തുടങ്ങുകയാണ്. എപ്രകാരം? പ്രീതി ഉത്ഫുല്ല മുഖ. അവര് ഭഗവാനോട് നാച്ചുറലി അല്ലെങ്കിൽ സ്വാഭാവികമായിട്ടും ഭഗവാനോട് ഹൃദയത്തിൽ അഫെക്ഷൻ ഉള്ള ആൾക്കാരാണ്, സ്നേഹമുള്ള ആൾക്കാരാണ്. അവരുടെ സ്വന്തമാണ് ശ്രീകൃഷ്ണ ഭഗവാൻ. അവർക്ക് മുന്നിൽ പ്രത്യക്ഷനായിരിക്കുന്ന ആ വസുദേവ സുതൻ, അതായത് വാസുദേവൻ എന്ന് പറയുന്നത് പരമദിവ്യോത്തമ പുരുഷനാണ് എന്ന് അവർക്ക് അറിയാം. അതുകൊണ്ട് തന്നെ അവർക്ക് അദ്ദേഹത്തോട്, അതായത് ആ ഒരു ഭാഗ്യം തങ്ങൾക്ക് കിട്ടിയത് എന്താണ്? തങ്ങളുടെ ആ വലിയ ഗുഡ് ഫോർച്യൂണിനെ കുറിച്ച് വളരെ ബോധമുള്ള ആൾക്കാരാണ് ദ്വാരകയിലെ ജനങ്ങൾ. അതുകൊണ്ട് തന്നെ അത്രയധികം സ്നേഹത്തോടു കൂടി പ്രീതി ഉത്ഫുല്ല മുഖ, ആ വാക്കുകൾ അവര് ഹർഷ ഗദ്ഗതയാ ഗിര, സന്തോഷം കൊണ്ട് ഗദ്ഗത കണ്ഠരായിട്ടാണ് ഗിര പറയാൻ പോവുകയാണ്. ആരോട് പറയാൻ പോവുകയാണ്? പിതരം സർവസുഹൃദം അവിതാരം ഇവ അർഭക. എന്താണ് പിതരം? ആരോട് സംസാരിക്കാൻ പോവുകയാണ്? അച്ഛനോട് സംസാരിക്കാൻ പോകുന്നത് പോലെ. സർവസുഹൃദം അവിതാരം. എല്ലാം അല്ലെങ്കിൽ പിതാവിന്റെ സ്ഥാനത്തുള്ള ഒരാളാണ് ഭഗവാൻ എന്ന് കരുതിക്കൊണ്ട്, അല്ലെങ്കിൽ അവരുടെ രാജാവ്, ചക്രവർത്തി എന്ന് കരുതിക്കൊണ്ട് അവര് കുട്ടികൾ വന്നിട്ട് അച്ഛനെ സ്നേഹിക്കുന്നത് പോലെ. ഒരു രാജ്യത്തെ രാജാവ് എന്ന് പറയുന്നത് എന്താണെന്നാണ് പറയുന്നത്? അവരുടെ ആ ഒരു ജനങ്ങളുടെ പിതാവിന്റെ സ്ഥാനത്താണ്. എല്ലാം അവർക്ക് നന്മയായിട്ടുള്ള കാര്യങ്ങളെല്ലാം കൊടുത്തുകൊണ്ട് അവരെ പരിപാലിക്കുന്ന അച്ഛന്റെ അല്ലെങ്കിൽ പിതാവിന്റെ സ്ഥാനത്താണ് ആര്? ഈ രാജ്യത്തെ രാജാവ് എന്ന് പറയുന്നത്. സോ ഭഗവാനെ അവർ കാണുന്നത് ആ ഒരു
അഫെക്ഷനിലാണ്. ഓക്കെ, എന്താണ് പറയുന്നത്? ആ, പൗരന്മാർ അവരവരുടെ ഉപഹാരങ്ങളുമായി ഭഗവാന് മുന്നിൽ പ്രത്യക്ഷരായി അല്ലെങ്കിൽ ആഗതരായി സ്വശക്തിയാൽ മറ്റുള്ളവർക്കെല്ലാം അവിരാമമായി ആ, അവിരാമമായി പ്രദാനം ചെയ്യുന്ന പ്രദാനം ചെയ്യുന്ന പൂർണ്ണതൃപ്തനും സ്വയം പര്യാപ്തനുമായ അദ്ദേഹത്തിന് അവയെല്ലാം അവർ സമർപ്പിച്ചു. ഈ ഉപഹാരങ്ങളെല്ലാം സൂര്യനെ ആരാധിക്കുമ്പോൾ അർപ്പിക്കുന്ന ദീപം പോലെയായിരുന്നു. എന്നിരുന്നാലും കുട്ടികൾ തങ്ങളുടെ രക്ഷിതാവിനെ, തങ്ങളുടെ പിതാവിനെ സ്വീകരിക്കുന്നത് പോലെ പൗരന്മാർ ഭഗവാനെ സ്വാഗതം ചെയ്യാനായി ഹർഷോന്മത്തമായ രീതിയിൽ സംസാരിക്കുവാൻ തുടങ്ങി. എന്താണ് അവർ സംസാരിക്കുന്നത്? ഇവിടെ പ്രഭുപാദ ആത്മാരാമൻ എന്തുകൊണ്ടാണ് നമ്മൾ ഭഗവാനെ എന്തെങ്കിലും ഓഫർ ചെയ്യേണ്ടത്, ഇതെല്ലാം വന്നിട്ട് പറയുന്നു. പിന്നെ ഭഗവാൻ വന്നിട്ട് പിതാവിനെ പോലെ എന്ന് സംബോധന ചെയ്തിരിക്കുന്നത് എന്തുകൊണ്ടാണ് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ നമുക്ക് അടുത്ത ശ്ലോകത്തിലേക്ക് കടക്കാം. 6th ശ്ലോക. ഇത് കുറച്ച് നീളമുള്ള ശ്ലോകം ആയതുകൊണ്ട് നമ്മളുടെ മീറ്റർ മാറിയാണ് നമ്മൾ വായിക്കുന്നത്. നതാസ്മതേ നാഥ സദാംഘ്രിപങ്കജം വിരിഞ്ച വൈരിഞ്ച സുരേന്ദ്രവന്ദിതം പരായണം ക്ഷേമം ഇഹേച്ഛതാം പരം നായത്ര കാലാ പ്രഭവേത് പരാ പ്രഭു നതാസ്മതേ നാഥ സദാംഘ്രിപങ്കജം വിരിഞ്ച വൈരിഞ്ച സുരേന്ദ്രവന്ദിതം പരായണം ക്ഷേമം ഇഹേച്ഛതാം പരം നായത്ര കാലാ പ്രഭവേത് പരാ പ്രഭു. എന്താണ് അവർ ആദ്യം പറയുന്നത്? ആരാണ്? പൗരജനങ്ങൾ ദ്വാരകയിലെ നതാഹ. നതോ അസ്മി എന്ന് പറഞ്ഞാൽ നമിക്കുന്നു എന്നാണ് അർത്ഥം. ആ വേർഡ് നത എന്ന് പറഞ്ഞാൽ നമിക്കുക എന്നാണ്. നതാസ്മതേ, ഞങ്ങൾ അങ്ങേക്ക് അഭിവാദ്യങ്ങൾ അർപ്പിക്കുന്നു അല്ലെങ്കിൽ പ്രണാമങ്ങൾ അർപ്പിക്കുന്നു. നാഥ, ആരാണ് അവരുടെ? അത് നാഥൻ, പ്രൊട്ടക്ടർ അല്ലെങ്കിൽ ഈശ്വരൻ അല്ലെങ്കിൽ പിതാവിന്റെ രൂപത്തിൽ അവരെ സ്നേഹിക്കുന്ന ഭഗവാൻ. സദാ അംഘ്രി പങ്കജം. എന്താണ് അതിന്റെ അംഘ്രി എന്ന് പറഞ്ഞാൽ? പാദങ്ങൾ. പങ്കജം പോലെയുള്ള പാദങ്ങൾ, ലോട്ടസ് ഫീറ്റ് എന്ന് നമ്മൾ പറയും. സോ അംഘ്രി പങ്കജം. എന്താണ് അവർ പറയുന്നത്? ഞങ്ങൾ അങ്ങേക്ക് പ്രണാമങ്ങൾ അർപ്പിക്കുന്നു. അങ്ങയുടെ പാദാംബുജങ്ങളിൽ അല്ലയോ നാഥ ഞങ്ങൾ പ്രണാമങ്ങൾ അർപ്പിക്കുന്നു. വിരിഞ്ച വൈരിഞ്ച സുരേന്ദ്രവന്ദിതം. നമ്മൾ സിമ്പിളാണ്. എന്താണ് വിരിഞ്ചൻ എന്ന് പറഞ്ഞാൽ? ബ്രഹ്മദേവൻ. വൈരിഞ്ചൻ എന്ന് പറഞ്ഞാൽ ബ്രഹ്മദേവരുടെ പുത്രൻ, അതായത് സനത് കുമാരന്മാർ എന്നാണ് ഇവിടെ പ്രഭുപാദ് ഇതിനകത്ത് പർപ്പൂട്ടിനകത്ത് അല്ലെങ്കിൽ ഭാവാർത്ഥത്തിനകത്ത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. വൈരിഞ്ച, വിരിഞ്ച ഈസ് ബ്രഹ്മ ആൻഡ് വൈരിഞ്ച ആർ ദ സൺസ് ഓഫ് ബ്രഹ്മ ലൈക്ക് സനക ആൻഡ് സനാതന, അല്ലെ? സുര ഇന്ദ്രവന്ദിതം. സുര ഇന്ദ്ര എന്ന് പറഞ്ഞാൽ ദേവന്മാരുടെ ഇന്ദ്രൻ, അതായത് ദേവലോകത്തിന്റെ അധിപനായ ഇന്ദ്രൻ. ഇവരെല്ലാവരും വന്ദിക്കുന്ന അങ്ങ്. സോ ദ്വാരകയിലെ ജനങ്ങൾക്കറിയാം, നമ്മുടെ മുന്നിൽ വന്നിട്ട് നമ്മളുടെ രാജാവായി പ്രത്യക്ഷപ്പെട്ടിരിക്കുന്ന ആളെന്ന് പറയുന്നത് സാധാരണ ഒരു വ്യക്തിയല്ല. ഭഗവാൻ ലോകത്തുണ്ടായിരുന്ന സമയത്ത് അദ്ദേഹത്തെ മനസ്സിലാക്കുന്നവരും ഉണ്ടായിരുന്നു, അദ്ദേഹത്തെ മനസ്സിലാക്കാത്തവരും ഉണ്ടായിരുന്നു. ദുര്യോധനനെ പോലെയുള്ള ആൾക്കാർക്ക് അദ്ദേഹത്തിന്റെ അവജാനന്തി മാം മൂഢ മാനുഷ്യം തനുമാശ്രിത പരം ഭാവം അജാനന്തോ മാം, എന്താണ് അങ്ങനെ ഒരു ഇതിലാണ് ദുര്യോധനൻ കണ്ടിരുന്നത്. മഹാത്മാനസ്തു മാം പാർത്ഥ എന്ന് പറയുന്ന ആൾക്കാർ, അതായത് അദ്ദേഹത്തിന്റെ ഇന്റേണൽ പൊട്ടൻസിയിൽ അദ്ദേഹം സംരക്ഷിച്ചു പോകുന്ന ആൾക്കാർ അദ്ദേഹത്തിന്റെ ആ ഒരു ഐശ്വര്യത്തെയും അദ്ദേഹത്തിന്റെ ഈശ്വരത്വത്തെയും ഒക്കെ മനസ്സിലാക്കിക്കൊണ്ടാണ് ഈ ഒരു പ്രേയേഴ്സ് അർപ്പിക്കുന്നത്. മഹാത്മാനസ്തു മാം പാർത്ഥ ദൈവീം പ്രകൃതിം ആശ്രിത. അങ്ങനെയുള്ള ആൾക്കാരാണ് ദ്വാരകയിലെ ജനങ്ങൾ, തന്റെ ഇന്റേണൽ പൊട്ടൻസിയിൽ മെയിൻറ്റെയിൻ ചെയ്യുന്ന ആൾക്കാർ. ഓക്കെ, എന്താണ് പറയുന്നത്? പരായണം ക്ഷേമം ഇഹേച്ഛതാം പരം. എന്താണ് പരായണം?
ക്ഷേമം, ഏറ്റവും വലിയ ക്ഷേമം, ഇഹ ഈ ജീവിതത്തിൽ, ഇച്ഛതാം ആരാണോ ആഗ്രഹിക്കുന്നത്, ആ, പരം ഹയ്യസ്റ്റ് ആയിട്ടുള്ള ക്ഷേമം, അതായത് ഒരാളുടെ ജീവിതത്തിൽ ഏറ്റവും ഹയ്യസ്റ്റ് ആയിട്ടുള്ള ക്ഷേമം ആരാണോ ആഗ്രഹിക്കുന്നത്, അവർ അങ്ങയെ നമസ്കരിക്കും. അങ്ങ് ആരാണ്? വിരിഞ്ച് വൈരിഞ്ച് സുരേന്ദ്രവന്ദിതം. ഉം നയത്ര കാല പ്രഭവേത് പരഹ പ്രഭു. എന്താണ്? യു ആർ ദ സുപ്രീം ട്രാൻസെൻഡന്റൽ ലോഡ്. ദ ഇൻഎവിറ്റബിൾ ടൈം കനോട്ട് എക്സേർട്ട് ഇറ്റ്സ് ഇൻഫ്ലുവൻസ് അപ്പോൺ യു. ഇത് കുറച്ച് ഫിലോസഫിക്കലായി വരികയാണ്. എന്താണ് ഫിലോസഫിക്കലായിട്ട് വരുന്നത്? ഭഗവാന്റെ ഗ്ലോറീസ്. അപ്പോൾ നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് ഭഗവാന്റെ ഗ്ലോറീസ് പല ഡിവോട്ടീസും പറയുമ്പോൾ നമ്മൾ എല്ലാം ഒരേപോലെയാണ് എന്ന് വിചാരിക്കും. പക്ഷെ റിപ്പീറ്റഡ് ആയിട്ട് ഭഗവാനെ ഗ്ലോറിഫൈ ചെയ്യാൻ കിട്ടുന്ന അവസരമാണ് ഇത് എന്നും കൂടി നമ്മൾ മനസ്സിലാക്കണം. എന്താണ് പറയുന്നത്? ദ സിറ്റിസൺ സെഡ്, ഓ ലോഡ്, പൗരന്മാർ പറഞ്ഞു, അല്ലയോ ഭഗവാനെ, ബ്രഹ്മാവിനെ പോലെയുള്ള ദേവന്മാരും 4 കുമാരന്മാരും സ്വർഗാധിപതിയായ ഇന്ദ്രൻ പോലും അങ്ങേ ആരാധിക്കുന്നു. ജീവിതത്തിന്റെ പരമമായ ക്ഷേമം ക്ഷേമം കൈവരിക്കുവാൻ, അത് ആ ഒരു മടക്കിയിരിക്കുന്നത് കൊണ്ട് എനിക്ക് കാണുന്നില്ല. കൈവരിക്കുവാൻ യഥാർത്ഥത്തിൽ ആഗ്രഹിക്കുന്നവരുടെ ആത്യന്തിക ആശ്രയസ്ഥാനം അങ്ങാകുന്നു. പരമോന്നതനായ അതീന്ദ്രിയനായ ഭഗവാൻ അങ്ങാകയാൽ അനിവാര്യമായ കാലത്തിന് അങ്ങയുടെ മേൽ പ്രഭാവം ചെലുത്താൻ കഴിയുകയില്ല. ഓക്കെ, എന്താണ് പറയുന്നത്? ഫസ്റ്റ് 2 ശ്ലോകം നമ്മൾ കണ്ടു അല്ലെ? നഥാസ്മതേ നാഥ സദാംഘ്രി പങ്കജം, അങ്ങയെ ഞങ്ങൾ നമസ്കരിക്കുന്നു, അങ്ങയുടെ പദകമലങ്ങളെ നമസ്കരിക്കുന്നു. അത് വിരിഞ്ച് വൈരിഞ്ച് സുരേന്ദ്ര വന്ദിതമാണ്. ആരാണോ ഈ ഒരു ജീവിതത്തിലെ ഏറ്റവും ടോപ്പ് മോസ്റ്റ് ആയിട്ടുള്ള അഭ്യുദയം കാക്ഷിക്കുന്നത്, അങ്ങയെ വർണ്ണിക്കുന്നു അല്ലെങ്കിൽ അങ്ങയെ വന്ദിക്കുന്നു അവർ. കാരണം എന്താണ്? ഇതല്ലോടാണ്. എന്തുകൊണ്ടാണ് അതീന്ദ്രിയം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നിരപേക്ഷ തത്വം എന്ന് പറയുന്നത്? ഭൗതികമായിട്ടുള്ള ഒന്നിനും, കാലത്തിനോ ഒന്നിനും വന്നിട്ട്, അതായത് എല്ലാരെയും ബാധിക്കുന്ന കാലത്തിന് പോലും ഭഗവാനെ ബാധിക്കാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് തന്നെ അങ്ങ് പരമദിവ്യോത്തമ പുരുഷനാണ്. എന്തുകൊണ്ടാണ് കാലത്തിന് അദ്ദേഹത്തെ ബാധിക്കാൻ കഴിയുകയില്ല എന്ന് ദ്വാരകാവാസികൾ പറയുന്നത്? അദ്ദേഹം ദ്വാരകയിലെ രാജാവായിരുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ വയസ്സ് 125 ഇയേഴ്സ് ഏകദേശം, ടുവേർഡ്സ് ലാസ്റ്റ് ടൈം. അതായത് ഈ ഒരു അവതാരത്തിന്റെ, ഭഗവാൻ വന്നിട്ട് ഭൂമിയിൽ അവതരിച്ചതിന്റെ 100-125 വർഷങ്ങൾ ശേഷം, അതായത് അദ്ദേഹത്തിന്റെ ആ യുദ്ധം അതുമെല്ലാം കഴിഞ്ഞിട്ട് കലികാലം വരുന്നതിനും ദ്വാപരയുഗം അവസാനിക്കുന്നതിനും ഇടയിലുള്ള യുഗസന്ധ്യയിലാണ് ഈ ഒരു കാര്യങ്ങളെല്ലാം നടക്കുന്നത്. അതിന്റെ നറേഷനാണ് നമ്മൾ കേൾക്കുന്നത് അല്ലേ? ആ സംഭവങ്ങളെയാണ് ഇവിടെ പ്രതിപാദിക്കുന്നത്. അപ്പൊ അദ്ദേഹത്തിന് എത്ര വയസ്സുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്? 125 ഇയേഴ്സ്. പക്ഷേ അദ്ദേഹത്തിന് വയസ്സായ എന്നോ, ജരാനരകൾ ബാധിച്ചു എന്നോ, പക്ഷാഘാതം വന്നു എന്നോ എന്തെങ്കിലും തരത്തിലുള്ള വിവരണങ്ങൾ ഭാഗവതത്തിൽ ഉണ്ടോ? ഇല്ല. ഇപ്പോഴും അദ്ദേഹത്തെ നവയൗവനയുക്തനായിട്ടുള്ള ഒരു വ്യക്തിയായിട്ട് തന്നെയാണ് അവിടെ അദ്ദേഹം പ്രത്യക്ഷപ്പെട്ടിരുന്നത് അല്ലെങ്കിൽ കണ്ടിരുന്നത്. കാരണം എന്താണ്? ഇത് തന്നെയാണ് കാരണം. നയത്ര കാലഹ പ്രഭവേ പരഹ പ്രഭു. പ്രഭുവാണ് അദ്ദേഹം, പരഹ പ്രഭുവാണ്. എന്താണ് ഈ പരഹ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? അതീന്ദ്രിയമായിട്ടുള്ള അല്ലെങ്കിൽ ഭൗതികമായിട്ടുള്ള ഒരു ഒരു കാര്യത്തിനും വന്നിട്ട് ബാധിക്കാൻ കഴിയാത്ത തരത്തിലുള്ള ഒരു ഒരു ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റാത്ത തരത്തിലുള്ള അല്ലെങ്കിൽ ബാധിക്കാൻ കഴിയാത്ത തരത്തിലുള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹം. നയത്ര കാലഹ. നമ്മളെല്ലാം പക്ഷെ അതുപോലെയല്ല. നമ്മളുടെ ശരീരവും ഭഗവാന്റെ ശരീരവും തമ്മിലുള്ള വ്യത്യാസമാണ് നമ്മൾ ഈ ഒരു ശ്ലോകത്തിൽ കൂടി ആര് പറഞ്ഞു തരുന്നത്? ദ്വാരകവാസികൾ നമുക്ക് ഓർമ്മിപ്പിക്കുന്നത്. എന്താണ് ദ്വാരകവാസികൾ പറയുന്നത്? നമ്മളെല്ലാം വന്നിട്ട് ഭൗതിക ശരീരം സ്വീകരിക്കുന്നത്, കഴിഞ്ഞ തവണയും നമ്മൾ കേട്ടു, ഹസ്തിനപുരത്തിലെ സ്ത്രീകൾ പറയുന്നത് കേട്ടു. നമ്മളെ ശരീരം പ്രഭുപാദ അതിനകത്ത് എക്സ്പ്ലെയിൻ ചെയ്തു അല്ലെ? നമ്മളെ ശരീരം സ്വീകരിക്കുന്നത് നമ്മളുടെ കർമ്മത്തിനനുസരിച്ച്, കർമ്മണ ദൈവനേത്രേണ ജന്തോർ ദേഹോ അഭിപദ്യത്തെ സ്ത്രീയ പ്രവിഷ്ട ഉദരം പുംസ രേതകണാശ്രയ. ഇങ്ങനെയാണ് ഭാഗവതം പറയുന്നത്. എന്താണ്? കർമ്മണ,
നമ്മളുടെ എല്ലാവരുടെയും ഈ ജന്മത്തിൽ ഞാൻ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നു അതിനനുസരിച്ച് നമ്മൾ തിങ്കിങ്, ഫീലിംഗ്, വില്ലിങ്, നമ്മളുടെ മനസ്സ്, ബുദ്ധി, മിഥ്യാഹങ്കാരം വന്നിട്ട് നമുക്ക് അടുത്ത ജന്മത്തിലേക്കുള്ള ആ, ഒരു എന്താണ് ക്യാരക്ടറും അതിൻ്റെ ആഗ്രഹങ്ങളും അതും ഇതും എല്ലാം വന്നിട്ട് സെറ്റാക്കി വെക്കും. അതിനുശേഷം നമ്മൾ ശരീരം ഉപേക്ഷിച്ചിട്ട് അടുത്ത ശരീരം സ്വീകരിക്കുന്നത് ഈ കർമ്മണ, അതായത് ഇതിന്റെ പ്രതിപ്രവർത്തനം, അതായത് ഇതിന്റെ ആ, എന്താണോ ഈ ഒരു ആഗ്രഹങ്ങളും ഇതുമൊക്കെ ഉണ്ടായിരുന്നത് അത് നിവർത്തിക്കാൻ ആരാണ് അതിന് പെർമിറ്റ് തരുന്നത് അല്ലെങ്കിൽ പെർമിഷൻ തരുന്നത്? ദൈവനേത്രേണ, ഭഗവാനാണ് അതിന്റെ ഉപദ്രഷ്ട, അനുമന്ത, ഭർത്ത, ഭോക്ത, മയ, അനഘ, അല്ലെ? എന്താണ് വിറ്റ്നസ് ചെയ്യുന്നതും പെർമിറ്റ് ചെയ്യുന്നതും ഭഗവാനാണ്. പക്ഷേ നമ്മളാണ് സെലക്ട് ചെയ്യുന്നത്. ഭഗവാൻ അതിനെ പെർമിറ്റ് ചെയ്യുക. എന്താണ് നിന്റെ ആഗ്രഹം? ഈ ജന്മത്തിൽ നീ ചെയ്തിരിക്കുന്ന പ്രവൃത്തികൾ, അതിന്റെ എല്ലാം ഫലമായിട്ട് നിനക്ക് അടുത്ത ജന്മം ഇന്ന ഒരു ശരീരം. അത് നമ്മൾ സെലക്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ആഗ്രഹങ്ങളെ കൊണ്ട് നമ്മൾ സെലക്ട് ചെയ്യുന്നതാണ്. ആ ആ പക്ഷേ അത് എന്താണ്? ദൈവനേത്രേണ, അതായത് അത് പ്രകൃതിയാണ് നമ്മൾക്ക് ഭഗവാന്റെ നേതൃത്വത്തിൽ പെർമിഷനോടുകൂടി ആ ഒരു ശരീരം ലഭിക്കുന്നത്. സ്ത്രീയ പ്രവിഷ്ട ഉദരം പുംസരേത കണാശ്രയ, ബൈ ദ സ്പേം അല്ലെങ്കിൽ സെമൻ, ശുക്ലത്തിൽ കൂടി സ്ത്രീയുടെ ഉദരത്തില് അല്ലെങ്കിൽ ഗർഭപാത്രത്തില് ആ ദേഹം ഉരുത്തിരിയും എന്നാണ്. നോക്കൂ, ഭാഗവതത്തിൽ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നുണ്ട്. അങ്ങനെയാണ് നമ്മൾക്ക് ജീവിതം. പക്ഷേ ഭഗവാൻ വന്നിട്ട് സ്വതന്ത്രനാണ്. അദ്ദേഹം ദേവകിയുടെയും വസുദേവരുടെയും പുത്രനായി വരുന്നത് സ്വ ഇച്ഛയാണ്, സ്വേച്ഛ, അതായത് സ്വന്തം ഇഷ്ടപ്രകാരമാണ്. അദ്ദേഹത്തിന് ആരും കർമ്മത്തിന് ഫലമായിട്ട് ഇന്ന അച്ഛന്റെ അമ്മയുടെയും മകനായി ജനിക്കാൻ വേണ്ടിയിട്ട് നിർബന്ധിതനാകുന്ന ഒരു ഒരു അവസ്ഥയല്ല. അപ്പൊ നോക്കൂ, അതുകൊണ്ട് തന്നെ നമ്മളുടെ ശരീരം എന്ന് പറയുന്നത് പഞ്ചഭൂത നിർമ്മിതമായിട്ടുള്ള ഭൂമി, ജലം, അഗ്നി, വായു, ആകാശം, മനസ്സ്, ബുദ്ധി, മിഥ്യാഹങ്കാരം, സൂക്ഷ്മ സ്ഥൂല ശരീരം, അല്ലേ? അതുപോലെ 6 തരത്തിലുള്ള, എന്തായിരുന്നു ഈ 6 തരത്തിലുള്ള? ജനനം, വളർച്ച, മെയിൻ്റനൻസ് അല്ലെങ്കിൽ നിലനിൽപ്പ്, ബൈ പ്രോഡക്ട്സ് ഉണ്ടാക്കുക, പ്രത്യുൽപാദനം, ക്ഷയം അല്ലെങ്കിൽ വയസ്സാകുക, മരണം. 6 തരത്തിലുള്ള ചേഞ്ചസ് ഏതൊക്കെയാണ്? ജനനം, അതായത് ഒരു ബോഡി ജനിക്കും. സോൾ എന്ന് പറയുന്നത് ആ ബോഡിയിൽ എന്ത് ചെയ്യും? ജനിക്കും, അത് വളരും, കുറച്ചു നാൾ നിലനിൽക്കും, ബൈ പ്രോഡക്ട്സ് അല്ലെങ്കിൽ പ്രത്യുൽപാദനം നടത്തും, അതിനുശേഷം ക്ഷയിക്കും, പിന്നെ അവസാനം മരിക്കും. ഇതാണ് ആ 6 തരത്തിലുള്ള ചേഞ്ചസ്. ഇത് ഭഗവാന്റെ ശരീരത്തിൽ, അതീന്ദ്രിയമായിട്ടുള്ള ശരീരത്തിൽ ഉണ്ടാവുകയില്ല. സോ ദാറ്റ് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ കൃഷ്ണാസ് ബോഡി ആൻഡ് ആർ ബോഡി. അതായത് നമ്മുടെ ശരീരം എന്ന് പറയുന്നത് പ്രകൃതി നിയമങ്ങൾക്ക് അധീനമാണ്. ഭഗവാന്റെ ശരീരം അല്ലെങ്കിൽ സത് ചിത് ആനന്ദ വിഗ്രഹനായ ഭഗവാന്റെ ശരീരം എന്ന് പറയുന്നത് ഈ ആധ്യാത്മികമാണ്, കംപ്ലീറ്റ്ലി സ്പിരിച്വൽ. അതിന് ക്ഷയമോ വാർദ്ധക്യമോ മരണമോ ഒന്നും ആവശ്യമില്ല. ഓക്കെ, ഭഗവാൻ ഇവിടെ നിന്നും പോകുന്നത്, പരീക്ഷിത് മഹാരാജാവ് അവസാനം വന്നിട്ട് ശുകദേവ ഗോസ്വാമി ഏറ്റവും അവസാനം ഭഗവാൻ ഇഹലോക ലീലകൾ, അതായത് ഭൗമ വൃന്ദാവനത്തിലെയും ദ്വാരകയിലുമൊക്കെ ലീലകൾ വന്നിട്ട് ഉപസംഹരിച്ച് തൻ്റെ സ്വധാമത്തിലേക്ക്, ഗോലോക വൃന്ദാവനത്തിലേക്ക് തിരിച്ചു പോകുന്ന സമയമാകുമ്പോൾ അതിൻ്റെ ആ ഒരു മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്നത്, ഒരു വേടൻ അദ്ദേഹത്തിന്റെ പാദത്തിന്റെ വിരലുകൾ കണ്ടിട്ട് എന്തോ ഒരു എന്താണ് മാനിന്റെ ശരീരമാണെന്ന് തെറ്റിദ്ധരിച്ച് അമ്പ് ചെയ്യുന്നതും ആ അമ്പ് അദ്ദേഹത്തിന്റെ കാലിൽ കൊള്ളുന്നതും ആണ്. പക്ഷെ അതില് കാലിൽ കൊള്ളുന്നില്ല. അദ്ദേഹം അതിന്റെ ആ ഒരു സോഫ്റ്റ് ആയിട്ടുള്ള പാദത്തിൽ ഈ അമ്പ് കൊണ്ട് തെറിച്ചു പോവുകയാണ് ചെയ്യുന്നത് എന്ന് പറയുന്നുണ്ട്. അപ്പൊ നമ്മൾ വിചാരിക്കും, ഈ ചെറിയ അമ്പ് വന്ന് കാലിൽ കൊണ്ട് ആരും ഇരിക്കാനാണ്? നമ്മളുടെ കാലിൽ ഒരു അമ്പ് കൊണ്ടെന്നും പറഞ്ഞ് അതിനെ ഊരിക്കളഞ്ഞിട്ട് അതെ, അല്ലെങ്കിൽ ആ ഒരു ചെറിയ മുറിവ് വന്നാലൊന്നും ആരും മരിക്കുന്നില്ല. പിന്നെ ഭഗവാൻ വന്നിട്ട് സ്വന്തം ശരീരം അല്ലെങ്കിൽ അദ്ദേഹം വന്നിട്ടിരിക്കെ സ്വധാമത്തിലേക്ക് പോയി എന്ന് പറയുന്നത് പരീക്ഷിത് മഹാരാജാവിനത് കേൾക്കുമ്പോൾ ഭയങ്കര വിഷമമാണ്. എന്നാലും ഇത്രയധികം കാര്യങ്ങൾ ചെയ്ത ഒരു വ്യക്തി ഒരു ചെറിയ വേടന്റെ അമ്പ്, അതും ഇൻസിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള ഒരു
ഒരു ചെറിയ ഒരു ആയുധം കൊണ്ട് അദ്ദേഹത്തിന് മരണം വരിക്കുക എന്ന് പറയുന്നത് അതെന്താണ്, അത് എനിക്ക് മനസ്സിലാകുന്നില്ലല്ലോ എന്ന് പരീക്ഷിത്ത് മഹാരാജാവ് ആർക്ക് വേണ്ടിയിട്ടാണ് ഈ കാര്യം ഈ തരത്തിൽ ചിന്തിക്കുന്നത്? നമുക്ക് വേണ്ടിയിട്ടാണ്. നമ്മളിൽ പലരും അങ്ങനെ ചിന്തിക്കും. എന്നാലും ഇത്രയധികം വലിയ വലിയ കാര്യങ്ങൾ ചെയ്തിട്ട് ഭഗവാൻ അവസാനം ഒരു കുഞ്ഞ് അമ്പ് കൊണ്ട് ശരീരം ഉപേക്ഷിക്കേണ്ടി വന്നുവല്ലോ എന്ന് വിചാരിക്കും. അപ്പോ ശുകദേവ ഗോസ്വാമി ഒരു ശ്ലോകം പറയും. വളരെ എന്താണ് അർത്ഥവത്തായിട്ടുള്ള ഒരു ശ്ലോകം. എന്താണ്? ആ, നിന്നെ നിന്റെ അമ്മയുടെ ഉദരത്തിൽ നിന്ന് സംരക്ഷിച്ച, എങ്ങനെ അമ്മയുടെ ഉദരത്തിൽ ഇരിക്കുന്ന സമയത്ത് നിന്നെ അവിടെ വന്ന് സംരക്ഷിച്ചത് ഭഗവാന്റെ ശരീരം. ആര്? അതീന്ദ്രിയമായിട്ടുള്ള ഭഗവാൻ. ഇനി രണ്ട്, നരകാന്തകൻ എന്ന പേരിൽ, അതായത് നരകാസുരൻ, ഈ ആ, അസുരന്മാരെ എല്ലാം നിഗ്രഹിക്കുന്ന അദ്ദേഹം ഈ ഈ ഒരു അന്തകാന്തകൻ എന്നറിയപ്പെടുന്ന ലോർഡ് ശിവനെ പോലും സംരക്ഷിച്ചിരിക്കുന്ന, ബാണാസുരനിൽ നിന്നും സംരക്ഷിച്ചിരിക്കുന്ന ഭഗവാന്റെ ശരീരം. ഇനി അത് മാത്രമല്ല, സ്വന്തം ഗുരുസുതന്മാരെ യമലോകത്ത് ചെന്നിട്ട് ആ യമലോകത്തിൽ നിന്നും തിരികെ കൊണ്ടുവന്ന ഭഗവാന്റെ ശരീരം, അതീന്ദ്രിയമായിട്ടുള്ള ശരീരം. അത് മാത്രമല്ല, ഈ അമ്പെയ്ത വേടനെ എന്താണ് അദ്ദേഹം നൽകിയത്? അദ്ദേഹത്തിന് ആ അമ്പെയ്ത വേടൻ വന്നിട്ട് അദ്ദേഹത്തെ കണ്ട് അദ്ദേഹത്തിന്റെ പെർമിഷനോടുകൂടി ചതുർബാഹുവായിട്ട് വൈകുണ്ഠ ലോകത്തേക്ക് തിരിച്ചു പോകുന്നു. അങ്ങനെ ആ വേടന് പോലും മുക്തി നൽകിയ ശരീരം അദ്ദേഹം, ഈ ശരീരം വന്നിട്ട് സ്വാഭാവികമായിട്ടും മരണപ്പെടുന്ന ഒരു ശരീരമാണ് എന്ന് നീ വിചാരിക്കുന്നുണ്ടോ? അല്ലയോ പരീക്ഷിത്, എന്ന് ഇതൊരു ലീലയാണ്. സ്വന്തം കർത്തവ്യങ്ങളെ, അതായത് ഈ ഒരു ഭൗതിക ലോകത്തിലെ വൃന്ദാവനത്തിലെ ലീലകളെ ഉപസംഹരിച്ചുകൊണ്ട് തിരികെ, കാലം എന്ന് പറയുന്നത് ഭഗവാൻ എന്നും ഇവിടെ പ്രസന്റ് ആയിരിക്കാൻ കഴിയുകയില്ല. കാരണം എന്താണ്? അവതാര ഉദ്ദേശ്യം, അല്ലെങ്കിൽ ഭഗവാൻ ഇവിടെ വന്നത് പരിത്രണായ സാധൂനാം വിനാശായ ച ദുഷ്കൃതാം ധർമ്മ സംസ്ഥാപനാർത്ഥായ 3 കാര്യങ്ങൾക്കായതുകൊണ്ട് ഇത് തീർന്നു കഴിയുമ്പോൾ ഓരോ അവതാരങ്ങൾക്കും അതിൻ്റെതായിട്ടുള്ള ഉദ്ദേശം. തിരികെ അദ്ദേഹത്തിന് എന്ത് ചെയ്യണം? ഈ ലീലകളെല്ലാം ഉപസംഹരിച്ച് തന്റെ പാർഷദന്മാരോടുകൂടി തിരികെ പോകണം. അങ്ങനെ ആണെങ്കിൽ ആ ശരീരം അങ്ങനെ ഒരു വേടന്റെ അമ്പുകൊണ്ട് നശിക്കുമെന്ന് നീ വിചാരിക്കുന്നുണ്ടോ എന്ന് പരീക്ഷത്തിന് ഒരു ചിന്തനീയമായിട്ടുള്ള ചോദ്യം ഇട്ടുകൊടുത്തിട്ടാണ് ആ ഒരു സങ്കടത്തിൽ നിന്നും പരീക്ഷിത്ത് മഹാരാജാവിനെ ശുകദേവ് ഗോസ്വാമി ആശ്വസിപ്പിക്കുന്നത്. ആ ശ്ലോകം വളരെ മനോഹരമാണ്. അത് നമുക്കിനി ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. നമ്മളെല്ലാം ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ശ്ലോകങ്ങളാണ് ഇതെല്ലാം. അപ്പൊ ഇവിടെ ഭഗവാന്റെ ആ ഭഗവാന്റെ ബോഡിയും നമ്മളുടെ ബോഡിയും, അതീന്ദ്രിയമായിട്ടുള്ള ഭഗവാന്റെ കാലത്തിനോ അല്ലെങ്കിൽ എറ്റേണൽ ടൈമിനോ, എല്ലാത്തിനെയും നിയന്ത്രിക്കുന്ന കാലത്തിന് ഭഗവാന്റെ ശരീരത്തിൽ യാതൊരു ഇൻഫ്ലുവൻസും ഇല്ല എന്ന് ആര് പറയുന്നു? ദ്വാരകയിലെ പൗരജനങ്ങൾ പറയുന്നു. അടുത്ത ശ്ലോകം. ഭവായനസ്ത്വം ഭവ വിശ്വഭാവന ത്വമേവ മാതാഥ സുഹൃത്പതി പിതാ ത്വം സദ്ഗുരുർനഃ പരമം ച ദൈവതം യസ്യാനുവൃത്യാ കൃതിനോ ബഭൂവിമ. ഭവായനസ്ത്വം ഭവ വിശ്വഭാവന ത്വം ഏവ മാതാഥ സുഹൃത്പതി പിതാ ത്വം സദ്ഗുരുർന പരമം ച ദൈവതം യസ്യാനുവൃത്യാ കൃതിനോ ബഭൂവിമ. ഇത് വളരെ മനോഹരമായിട്ടുള്ള ഒരു ഗ്ലോറിഫിക്കേഷൻ ആണ്. ഭവായ നസ്ത്വം, ഞങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടിയിട്ടാണ്. നോക്കൂ, നമ്മൾ ഭഗവാനോട് അവരുടെ ഗ്ലോറിഫിക്കേഷൻ വായിക്കുമ്പോൾ, അതായത് ദ്വാരകാവാസികളുടെ ഗ്ലോറിഫിക്കേഷൻ വായിക്കുമ്പോൾ നമ്മൾ ആലോചിച്ച് നോക്കൂ, നമ്മൾക്ക് അങ്ങനെ ഗ്ലോറിഫൈ ചെയ്യാനുള്ള ഒരു ക്വാളിഫിക്കേഷനോ കപ്പാസിറ്റിയോ അല്ലെങ്കിൽ കഴിവോ വാക്കുകളോ ഒന്നുമില്ല. അത്രയും വാഗ്മികളോ അല്ലെങ്കിൽ സാഹിത്യകാരന്മാരോ ഒന്നും അല്ല. ഈ ശ്ലോകങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് ഭഗവാനെ ഗ്ലോറിഫൈ ചെയ്യാൻ, അവരുടെ വാക്കുകളിൽ കൂടി ഗ്ലോറിഫൈ ചെയ്യാൻ കിട്ടുന്ന അവസരമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ എന്താണ് പറയുന്നത്? ഭവായ നസ്ത്വം, അങ്ങ് ഞങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇവിടെ പ്രത്യക്ഷനായിരിക്കുന്നത്. അത് അവർക്ക് നന്നായിട്ട് അറിയാം, അല്ലേ? അല്ലയോ പ്രപഞ്ച സൃഷ്ടാവേ, അങ്ങ് ഞങ്ങളുടെ, എന്താണ് അവർ പറയുന്നത്? ത്വം ഏവ, അങ്ങ് മാത്രം, മാതാ അഥ സുഹൃത് പതി പിതാ, എന്താണ്? ഞങ്ങളുടെ മാതാവും സുഹൃത്തും ഞങ്ങളുടെ പതി, അതായത് ഞങ്ങളുടെ ഉടമസ്ഥനും, പിതാ ഞങ്ങളുടെ അച്ഛന്റെ സ്ഥാനത്തുള്ളവനും എല്ലാം അങ്ങാണ്. ത്വം സദ്ഗുരൂർ, അങ്ങ്
ഞങ്ങളുടെ സ്പിരിച്വൽ മാസ്റ്ററും തന്നെയാണ്. ഉം. പരമംശ ദൈവതാം, ഏറ്റവും ഉന്നതനായിട്ടുള്ള ആരാധ്യനായിട്ടുള്ള വ്യക്തിയുമാണ്. ഉം. യസ്യ അനുവൃത്യ കൃതിനോ ബഭൂവിമ. ഉം. അങ്ങയുടെ പാദം പിന്തുടർന്നതുകൊണ്ടാണ് ഞങ്ങൾക്ക് എല്ലാ തരത്തിലുമുള്ള എന്തുണ്ടാവുന്നത്, വിജയങ്ങളും വരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അങ്ങയുടെ പ്രസൻസ് കൊണ്ട്, അല്ലെങ്കിൽ അങ്ങയുടെ പ്രത്യക്ഷമായിട്ടുള്ള ആ ഒരു അവസ്ഥ, അതായത് പ്രസൻസ് കൊണ്ട്, സാന്നിധ്യം കൊണ്ട് ഞങ്ങളെ അനുഗ്രഹിക്കൂ എന്നാണ് പറയുന്നത്. അല്ലയോ പ്രപഞ്ച സൃഷ്ടാവേ, അങ്ങ് ഞങ്ങളുടെ മാതാവും സുഹൃത്തും നാഥനും പിതാവും ആത്മീയ ഗുരുവും ആരാധ്യ വിഗ്രഹവുമാകുന്നു. അങ്ങയുടെ കാലടികളെ പിന്തുടരുകയാൽ ഞങ്ങൾ എല്ലാവിധത്തിലും വിജയികളായി തീർന്നിരിക്കുന്നു. ആകയാൽ അങ്ങ് തുടർന്നും അങ്ങയുടെ കരുണയാൽ സദാ ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഉം. അപ്പോ ദ്വാരകാവാസികൾ അവരുടെ ശരണാഗതി ആണ് ഇവിടെ കാണിക്കുന്നത്. ഈ ഒരു പറയണ എന്താണ്? ഞങ്ങൾ അങ്ങയുടെ ആശ്രയത്തിലിരിക്കുന്നത് കൊണ്ടാണ് ഞങ്ങൾക്ക് എല്ലാവിധത്തിലും വിജയികളായി തീരാൻ സാധിക്കുന്നത്. ജരാസന്ധന്റെ രണഛോർ അല്ലേ, ഭഗവാൻ വന്നിട്ട് യുദ്ധം ചെയ്യുന്ന സമയത്ത് 17 തവണ അദ്ദേഹം ആ രണം വിട്ട് ഓടി എന്ന് ഭാഗവതത്തിൽ പ്രതിപാദിക്കുന്നു. നമ്മൾ ഇനി കാണും എന്താണ് ഈ ഭഗവാൻ വന്നിട്ട് എന്തുകൊണ്ടാണ് ഈ തരത്തില് ഈ 17 വട്ടം രണഛോർ എന്ന് അദ്ദേഹത്തിന് പറയും. രണഛോർ രണഛോർ എന്ന് പറഞ്ഞാൽ യുദ്ധം വിട്ട് ഓടിയവൻ. എന്തിനാണ് ഈ 17 വട്ടം ദ്വാരകാവാസികൾ വന്നിട്ട് ജയിച്ചത്? എങ്ങനെയാണ്? ജരാസന്ധൻ 17 തവണ തന്റെ അക്ഷൗഹിണി പടകളും ഒക്കെ ആയിട്ട്, എത്രയൊക്കെയോ പടകൾ ഉണ്ടായിരുന്നു, അതൊക്കെ ഭഗവാൻ ഇതൊക്കെ ഒറ്റ നിമിഷത്തിൽ തീർക്കാവുന്നതേ ഉള്ളൂ. പക്ഷെ അദ്ദേഹം ദുഷ്ട സംസർഗം ദുഷ്ടനിഗ്രഹം വരുത്താൻ വേണ്ടിയിട്ട് എല്ലാവരെയും, നമ്മള് ആളെ വെറുതെ വിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും? ബാക്കിയുള്ള ക്രൂരന്മാരായിട്ടുള്ള ആൾക്കാരെയും കൂട്ടി അയാൾ തിരിച്ചു വരും. ആര്? ജരാസന്ധൻ. അപ്പൊ ഭഗവാൻ വളരെ ഈസി ആയിട്ട് അവരെയും സംഹരിക്കും. എന്നിട്ട് അദ്ദേഹം ഒരു പോയിന്റിൽ അവിടെ നിന്ന് ഓടിപ്പോകും. ജരാസന്ധൻ വിചാരിക്കും പേടിച്ചോടിയതാണെന്ന്. അത് കഴിയുമ്പോൾ വീണ്ടും ജരാസന്ധൻ തന്റെ പടകളെയും കൂട്ടി വീണ്ടും വരും. അപ്പോഴും യുദ്ധം ചെയ്യും, അവരെ എല്ലാം തീർക്കും. എന്നിട്ട് ഭഗവാൻ വീണ്ടും ഓടും. അങ്ങനെ 17 തവണയാണ് ഈ തരത്തിലുള്ള ലീലാവിലാസങ്ങൾ കാണിച്ച് ഭഗവാൻ വന്നിട്ട് എന്ത് ചെയ്തിരിക്കുന്നത്? ദ്വാരകവാസികളെ സംരക്ഷിച്ചിരിക്കുന്നത്. അപ്പോ ഈ ഒരു ദ്വാരകവാസികൾ പറയുന്നത്, ഞങ്ങളുടെ അല്ല വിജയം, അങ്ങ് ഞങ്ങളുടെ കൂടെ ഉള്ളത് കൊണ്ട്, ഞങ്ങൾ അങ്ങയുടെ ആശ്രയത്തിൽ ഇരുന്നത് കൊണ്ടാണ് എന്ത് ചെയ്യുന്നിരിക്കുന്നത്? ഞങ്ങൾ സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നത് എന്ന്. അങ്ങനെയുള്ള അങ്ങയുടെ കാരുണ്യം ഞങ്ങളോടുകൂടി എപ്പോഴും ഉണ്ടായിരിക്കണം എന്ന് പറയുന്നു. ഈ ഒരു ശ്ലോകം വന്നിട്ട് റിപ്പീറ്റഡ്ലി ഈ ഒരു ത്വമേവ മാത അഥ സുഹൃത്പതി പിത, ഇതെല്ലാം വന്നിട്ട് ഭഗവത്ഗീതയിലും ഭഗവാൻ വന്നിട്ട് പറയും, അർജുനൻ പറയും. ഭഗവാൻ പറയും, പിതാമഹസ്യ ജഗതാം മാതാ ധാതാ പിതാമഹ എന്നും പറഞ്ഞിട്ട് ഒരു ശ്ലോകം അതിനകത്തുണ്ട്, റിലേറ്റഡ് ടു ദിസ്. അതായത് ഈ ഒരു ശ്ലോകവുമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ശ്ലോകം. വളരെ മനോഹരമാണ്. നമ്മൾ പല പല ശ്ലോകങ്ങൾ വായിക്കുമ്പോൾ ഇതിന്റെ റിലേറ്റഡ് ആയിട്ട് ഇനിയുള്ള ശ്ലോകങ്ങൾ വേറെ ഏതെങ്കിലും സ്ക്രിപ്റ്റേഴ്സിൽ ഉണ്ടോ എന്ന് കണ്ടുപിടിച്ച് നമ്മൾ അതും കൂടി ഓർത്ത് വെക്കുക എന്ന് പറയുന്നത് അത് ഹെൽപ്പ് ചെയ്യും നമ്മളെ. എന്തിന്? നമ്മളുടെ സ്ക്രിപ്ചറൽ നോളജിനെ വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അടുത്ത ശ്ലോകം, 8ാമത്തെ ശ്ലോകം. അഹോ സനാഥ ഭവതാ സ്മ യദ്വയം ത്രൈവിഷ്ടപാനം അഭിദൂരദർശനം പ്രേമസ്മിതസ്നിഗ്ധനിരീക്ഷണാനനം പശ്യേമ രൂപം തവ സർവസൗഭഗം. അഹോ സനാഥ ഭവതാ സ്മ യദ്വയം ത്രൈവിഷ്ടപാനം അപി ദൂരദർശനം പ്രേമസ്മിതസ്നിഗ്ധ നിരീക്ഷണാനനം പശ്യേമ രൂപം തവ സർവസൗഭഗം. എന്താണ്?
ആ ഞങ്ങളുടെ ഭാഗ്യം എന്താണ് എന്ന് ആര് പറയുന്നു? ദ്വാരകവാസികൾ പറയുന്നു. അഹോ ഞങ്ങളുടെ ഭാഗ്യമാണ്, അഹോ ഭാഗ്യം. ആരുടെ? സനാഥ. അങ്ങ് ഞങ്ങളെ സനാഥരാക്കിയിരിക്കുകയാണ്. അതായത് ഞങ്ങൾക്ക് ആ, നാഥനുള്ളവരാണ് ഞങ്ങൾ. അതാണ് സനാഥ. അനാഥാന്റെ ഓപ്പോസിറ്റ് അല്ലെ, സനാഥ. ഭവതാ, അതായത് അങ്ങയുടെ പ്രസൻസ് കൊണ്ട് ഞങ്ങള് എന്താണ്? സനാഥരാണ്. എന്താണ് ഈ പ്രസൻസിന്റെ പ്രത്യേകത എന്തെന്നറിയാമോ? ത്രൈവിഷ്ടപാനാം അപ്പി ദൂരദർശനം. അല്ലെങ്കിൽ കിട്ടാത്ത ഒരു കാര്യമാണ് ആർക്ക്? ഈ ഒരു പ്രസൻസ്, അല്ലെങ്കിൽ ഭഗവാന്റെ പ്രസൻസ് എന്ന് പറയുന്നത്. എവിടെയാണ് സാധാരണ ഭഗവാന്റെ പ്രസൻസ് ഉണ്ടാവുക? ഭഗവാൻ നാരദ മഹർഷിയോട് പറയുന്നു, നാഹം തിഷ്ഠാമി വൈകുണ്ഠേ യോഗിനാം ഹൃദയേഷു വാ തത്ര തിഷ്ഠാമി നാരദ യത്ര ഗായന്തി മദ്ഭക്ത. എന്താണ് പറയുന്നത് ഭഗവാൻ? നാഹം തിഷ്ഠാമി വൈകുണ്ഠേ. നാരദ, ഞാൻ വൈകുണ്ഠത്തിലല്ല വസിക്കുന്നത്. നാഹം തിഷ്ഠാമി വൈകുണ്ഠേ യോഗിനാം ഹൃദയേഷു വാ. പരമാത്മാവായിട്ട് യോഗികളുടെ ഹൃദയത്തിൽ അല്ല ഞാൻ വസിക്കുന്നത്. അത് എക്സ്ക്ലമേഷൻ ആണ് കേട്ടോ. ഭഗവാൻ വൈകുണ്ഠത്തിലും ഉണ്ട്, യോഗികളുടെ ഹൃദയത്തിലും ഉണ്ട്. പക്ഷെ ഭഗവാൻ പറയുന്നു, ഞാൻ അവിടെയൊന്നും അല്ല വസിക്കുന്നത്. തത്ര തിഷ്ഠാമി നാരദ, അവിടെയാണ് ഞാൻ വസിക്കുന്നത്. എവിടെയാണ്? എത്ര ഗായന്തി മദ്ഭക്ത. എന്റെ ഭക്തന്മാർ എവിടെയാണോ എന്നെക്കുറിച്ച് ഗ്ലോറിഫൈ ചെയ്യുന്നത്, ദിവസവും അല്ലെങ്കിൽ ഒരു നേരം പോലും പിരിയാതെ അവരോടൊപ്പം ഞാൻ ഉണ്ടാവും എന്ന് പറയും. ഇവിടെ ഒന്നും ഭഗവാൻ ഇല്ല എന്നല്ല അതിന്റെ അർത്ഥം. അതിനേക്കാളും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ് എത്ര ഗായന്തി മദ്ഭക്ത എന്ന് മാത്രമാണ് ഭഗവാൻ അവിടെ പറയുന്നത്. രണ്ടിനെയും കമ്പയർ ചെയ്യുകയാണ് ഭഗവാൻ. അപ്പൊ ഇവര് പറയുക എന്താണ്? ത്രൈവിഷ്ടപാനാം അപ്പി ദൂരദർശനം. 24 അവേഴ്സും സ്വർലോകങ്ങളില് അത്രയും എന്താണ് ഭൗതിക സുഖങ്ങൾ ഉണ്ടെങ്കിലും ഇന്ദ്രനോ മറ്റു ദേവന്മാർക്കോ ഭഗവാന്റെ പ്രസൻസ് ഉണ്ടോ? ഇല്ല. എന്നാൽ അത്രയും ഭൗതികമായിട്ടുള്ള ഓപ്പുലൻസ് ഉണ്ട്, പക്ഷേ സ്വർലോകത്തിലല്ല. എവിടെയാണ്? ആര്? ത്രിവിക്രമനായ ഭഗവാൻ വന്നിട്ട് ഒരാളുടെ ഡോർ കീപ്പർ ആയിട്ട് നിൽക്കുന്നു. എന്തുകൊണ്ട്? ബലി മഹാരാജാവ് ഭഗവാനോട് പ്രാർത്ഥിച്ചു, അങ്ങയുടെ ഈ രൂപം എനിക്ക് എന്നും ഒരു നിമിഷം പോലും വന്നിട്ട് കണ്ണുമുന്നിൽ നിന്നും മായാതെ നിൽക്കണമേ എന്ന്. അപ്പോ എന്ത് സംഭവിച്ചു? ഭഗവാൻ വന്നിട്ട് തഥാസ്തു എന്ന് പറഞ്ഞു. എന്ത് ചെയ്തു ഭഗവാൻ? ഡോർ കീപ്പർ ആയിട്ട് വാമനമൂർത്തി എവിടെ ചെന്ന് നിന്നു? സുതലത്തില് മഹാബലി ചക്രവർത്തിയുടെ ഡോർ കീപ്പർ ആയിട്ട് നിന്നു. എന്തുകൊണ്ട് ഇന്ദ്രന് ആ പ്രസൻസ് ഉണ്ടാവുന്നില്ല? എന്തുകൊണ്ട് അസുരനായിട്ടും മഹാബലി ചക്രവർത്തിക്ക് ആ പ്രസൻസ് കിട്ടുന്നു? വ്യത്യാസം ഒന്ന് മാത്രം. മഹാബലി ചക്രവർത്തി ഭക്തനായിട്ട് ആഗ്രഹിച്ചു ഭഗവാനെ ദിനവും കാണണമെന്ന്, അല്ലെങ്കിൽ ഭഗവാന്റെ പ്രസൻസിന് വേണ്ടി ആഗ്രഹിച്ചു. അതുകൊണ്ടാണ് പറയുന്നത് ത്രൈവിഷ്ടപാനാം. അതായത് ത്രൈവിഷ്ടപം എന്ന് പറഞ്ഞാൽ ദേവന്മാരുടെ സ്ഥലം എന്നാണ് അർത്ഥം. അതായത് ദേവലോകം, അല്ലെങ്കിൽ സുരലോകം, അല്ലെങ്കിൽ സ്വർഗലോകം. അപ്പൊ ഈ ദൂരദർശനം, അവിടെ ഒന്നും ഭഗവാനെ അങ്ങേ എന്നും കാണാൻ സാധിക്കുക എന്ന് പറയുന്നത് വളരെ നടക്കാത്ത കാര്യം തന്നെയാണ്. അതും എങ്ങനെയാണ് ഭഗവാനെ അങ്ങ് ഞങ്ങളുടെ മുന്നിൽ പ്രത്യക്ഷനായിരിക്കുന്നത്? പ്രേമ സ്മിത സ്നിഗ്ധ നിരീക്ഷണാനനം. അങ്ങയുടെ മുഖം എന്ന് പറയുന്നത് വളരെ മനോഹരമായിട്ടുള്ള ആ ഒരു മധുരിക്കുന്ന മന്ദഹാസത്തോടു കൂടിയുള്ള ആ സ്നേഹം തുളുമ്പുന്ന മന്ദഹാസത്തോടു കൂടിയുള്ള അങ്ങയുടെ മുഖം കണ്ടിട്ട് പശ്യേമ രൂപം തവ സർവ സൗഭഗം. അതാണ് ഏറ്റവും വലിയ ഗുഡ് ഫോർച്യൂൺ അല്ലെ? എന്താണ് പറയുന്നത് നോക്കാം. അഹോ, അങ്ങയുടെ സാന്നിധ്യത്താൽ ഞങ്ങൾ വീണ്ടും ഇന്ന് അങ്ങയുടെ സംരക്ഷണത്തിന് കീഴിലായത് ഞങ്ങളുടെ സൗഭാഗ്യമാണ്. സ്വർഗവാസികൾ പോലും അപൂർവമായി മാത്രമേ അങ്ങയെ ദർശിക്കാറുള്ളൂ. എന്നിട്ടും സ്നേഹപൂർണമായ കടാക്ഷങ്ങൾ നിറഞ്ഞ അങ്ങയുടെ സുസ്മരവദനം ദർശിക്കുവാൻ ഇപ്പോൾ ഞങ്ങൾക്ക് സാധ്യമായിരിക്കുന്നു. സർവമംഗളപൂർണമായ അങ്ങയുടെ അതീന്ദ്രിയ രൂപം ഞങ്ങൾക്ക് ഇപ്പോൾ കാണാം. അതായത് അവരുടെ ഫോർച്യൂൺ ആണ് അവര് പറയുന്നത്. നമ്മൾക്കും ഉണ്ട് ആ ഫോർച്യൂൺ. എന്താണ്? അർച്ചാവിഗ്രഹം. എന്താണ് അർച്ചാവിഗ്രഹം എന്ന് പറയുന്നത്? പ്രതിമ നഹി സാക്ഷാത് വ്രജേന്ദ്രനന്ദൻ. പ്രതിമ അല്ല അത്,
ആരാണത്? സാക്ഷാത് വ്രജേന്ദ്രനന്ദന. ഭഗവാൻ കൃഷ്ണനും ബലരാമനും അല്ലെങ്കിൽ ശ്രീമതി രാധാറാണിയും ഭഗവാനും വന്നിട്ട് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നമ്മളെ സേവനം സ്വീകരിക്കാൻ വേണ്ടിയിട്ടും നമ്മൾ ഭഗവാനോട് ആ തരത്തിൽ വന്നിട്ട് ഡീപ്പായിട്ടുള്ള ഡിവോഷണൽ കണക്ഷൻ, ഭക്തി പുരസ്സരം ബന്ധപ്പെടാൻ വേണ്ടിയിട്ടുമാണ് എന്ത് ചെയ്തിരിക്കുന്നത്? പ്രഭുപാദിനെ പോലെയുള്ള ആചാര്യന്മാർ നമ്മൾക്ക് അമ്പലങ്ങൾ, അതായത് ക്ഷേത്രങ്ങൾ, അതും അർച്ചാവിഗ്രഹം എന്ന് പറയുന്നത് പ്രതിമാനഹി സാക്ഷാത് വ്രജേന്ദ്രനന്ദനൻ. ആരാണ് അത്? പ്രതിമയല്ല, സാക്ഷാത് വ്രജേന്ദ്രനന്ദനാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് വേണം നമ്മൾ ഭഗവാന്റെ സേവനങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട്. ആ സേവനം എന്ന് പറയുന്നത് എന്താണ്? ഭഗവാൻ നമുക്ക്, അതായത് നമ്മളുടെ കഴിവ് കൊണ്ട് നമ്മൾ ഏൺ ചെയ്തെടുക്കുന്ന ഒരു സംഭവം അല്ല എന്ത് ഈ സർവീസ് എന്ന് പറയുന്നത്. എന്ത് കഴിവാണ് അല്ലെങ്കിൽ എന്ത് യോഗ്യതയാണ് നമുക്കുള്ളത്? ഭഗവാന്റെ പേഴ്സണൽ ആയിട്ടുള്ള രൂപത്തെ ദർശിച്ചുകൊണ്ട് ഭഗവാന്റെ സേവനം ചെയ്യാൻ വേണ്ടിയിട്ട് കാമം, ക്രോധം, ലോഭം, മോഹം, മതം, മാത്സര്യം തുടങ്ങിയ എല്ലാ അനർത്ഥങ്ങളും നിറഞ്ഞ ഈ ശരീരത്തില് ഒരു ആത്മാർത്ഥതയും ഇല്ലാത്ത ഒരു മനസ്സും കൊണ്ട് നടക്കുന്ന, നിർബന്ധിച്ച് ആരെങ്കിലും പറഞ്ഞാൽ മാത്രം ജപവും ബാക്കിയുള്ള എന്താണ് ഭക്തിയുത സേവനവും ചെയ്യാൻ വേണ്ടിയിട്ട് മനസ്സില്ലാ മനസ്സോടുകൂടി സേവനം ചെയ്യാൻ വേണ്ടി ഇരിക്കുന്ന നമ്മൾ എന്ത് യോഗ്യതയുള്ളവരാണ് എന്നാലോചിച്ചു നോക്കൂ. പക്ഷേ ബൈ ദ മേഴ്സി ഓഫ് സ്പിരിച്വൽ മാസ്റ്റർ ആൻഡ് വൈഷ്ണവാസ്, നമ്മുടെ അതോറിറ്റി, സുപ്പീരിയർ അധികാരികളും അതായത് റിയലൈസ്ഡ് ആയിട്ടുള്ള ഭക്തന്മാരും സ്പിരിച്വൽ മാസ്റ്ററും പറയുന്നു, ഈ സേവനത്തിൽ നിങ്ങൾ വ്യാപൃതരായിക്കൊള്ളൂ, ചേതോ ദർപ്പണ മാർജനം, ഈ അനർത്ഥങ്ങളെല്ലാം പതുക്കെ ഇല്ലാണ്ടായിക്കൊള്ളൂ. നമ്മളോട് നാമം ജപിക്കാൻ പറയുന്നതും, നമ്മൾക്ക് ബുക്ക് ഡിസ്ട്രിബ്യൂഷൻ ചെയ്ത് നമ്മളുടെ കയ്യിൽ പുസ്തകങ്ങൾ എത്തിക്കുന്നതും, നമ്മൾക്ക് ലെക്ചർ കേൾക്കാൻ പറയുന്നതും, ഇതെല്ലാം വന്നിട്ട് ഇവർ നമ്മളോട്, അതായത് ഈ ഭക്തന്മാരും ഭഗവാനും സ്പിരിച്വൽ മാസ്റ്ററും നമ്മൾക്ക് തരുന്ന എന്താണ്? ടോക്കൺ ആയിട്ടുള്ള അല്ലെങ്കിൽ അപ്രീസിയേഷൻസ് ആണ്. നമ്മളുടെ കഴിവുകൾ കൊണ്ട് അക്വയർ ചെയ്തെടുക്കുന്ന ഒരു കാര്യമല്ല ഡിവോഷണൽ സർവീസ് എന്ന് പറയുന്നത്. ഡിവോഷണൽ സർവീസ് എന്ന് പറയുന്നത് മേഴ്സിയിലാണ് നിൽക്കുന്നത്, കാരുണ്യത്തിന്റെ മേലാണ്. ആ കാരുണ്യത്തെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് ഹൃദയം തുറന്നു വയ്ക്കുക, സിൻസിയറിറ്റി അല്ലെങ്കിൽ ആത്മാർത്ഥതയോടുകൂടി അത് ചെയ്യുക എന്നത് മാത്രമേ നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നുള്ളൂ. അത്രയും ചെറിയ കാര്യങ്ങൾ മാത്രമേ നമ്മൾ ചെയ്യേണ്ടതുള്ളൂ. ഭഗവാൻ എന്താണോ, അതോറിറ്റീസ് എന്താണോ പറയുന്നത്, സ്പിരിച്വൽ മാസ്റ്റർ എന്താണോ പറയുന്നത്, അത് ജസ്റ്റ് പ്രാവർത്തികമാക്കുക. രാവിലെ അമ്പലത്തിൽ വരിക, ഭഗവാനെ ദർശിക്കുക, നാമം ജപിക്കുക, ഇത് മാത്രം മതി ചില ആൾക്കാർക്ക്. അല്ലെങ്കിൽ ചില ആൾക്കാർക്ക് അത് മാത്രം ചെയ്താലും മതി, അത്രയെങ്കിലും ചെയ്യൂ എന്നാണ് പറയുന്നത്. ഇനി അതിൽ കഴിഞ്ഞ് നിങ്ങൾക്ക് ആത്മാർത്ഥതയോടുകൂടി ഭഗവാന് എന്തെങ്കിലും പൂജാ കാര്യങ്ങളോ അല്ലെങ്കിൽ ഭഗവാന് വേണ്ടി നിവേദ്യം ഉണ്ടാക്കുകയോ അല്ലെങ്കിൽ ഭക്തന്മാരെ ശുശ്രൂഷിക്കുകയോ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ, നിങ്ങൾക്ക് ഒരു മുടക്കവും, നിങ്ങളുടെ സ്വാഭാവികമായിട്ടുള്ള ചുറ്റുപാടിൽ ഒരു മുടക്കവും വരുത്താതെ, ഒന്നും ഉപേക്ഷിച്ച് പോയി ഫുൾ ടൈം 24 അവർ അവിടെ പോയി നിന്ന് അങ്ങനെ എന്താണ് ബ്രഹ്മചാരിയാവാനോ ബ്രഹ്മചാരിണിയാവാനോ ഒന്നും ആരും പറയുന്നില്ല. സ്ഥാനേ സ്ഥിത സ്തുതികതാം തനു വാങ് മനോഭിയം. തനു ശരീരം, വാങ് വാക്കുകൾ, മനസ്സ്, മൈൻഡ്, വേർഡ്സ് ആൻഡ് ബോഡി. അതുകൊണ്ട് എന്ത് ചെയ്യാൻ? സ്ഥാനേ സ്ഥിത, ഏത് സ്ഥലത്ത് നിങ്ങൾ നിൽക്കുന്നുവോ ആ സ്ഥലത്ത് നിന്നുകൊണ്ട് നിങ്ങൾ ചെയ്താൽ മതി. വളരെ ഈസി ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. ഒന്നും ഉപേക്ഷിക്കേണ്ട, യുക്ത വൈരാഗ്യം പ്രാക്ടീസ് ചെയ്താൽ മാത്രം മതി. എന്താണ് യുക്തവൈരാഗ്യം? എവറിഥിങ് ക്യാൻ ബി ഈശാവാസ്യം ഇതം സർവം. ഇതിനകത്തുള്ള എല്ലാ കാര്യങ്ങളും, ഭൗതിക ലോകത്തുള്ള എല്ലാ കാര്യങ്ങളും ഭഗവാന്റെ തന്നെയാണ്. അതിനെ ഭഗവാന്റെ സേവനത്തിന് വേണ്ടി ഉപയോഗിക്കുക. നിങ്ങൾക്ക് ഭക്ഷണം കഴിക്കാം, കഴിക്കണ്ടെന്ന് ആരും പറയുന്നില്ല. ടേക്ക് ഇറ്റ് ആസ് കൃഷ്ണപ്രസാദ്. നിങ്ങൾക്ക് സമ്പാദിക്കാം, പക്ഷെ അത് നിങ്ങളുടെ മെയിൻ്റനൻസിനും സേവനത്തിനുമായിട്ട് ഉപയോഗിക്കുക. ഇതെല്ലാം വന്നിട്ട് സ്ഥാനേ സ്ഥിത സ്തുതികതാം തനുവാങ് മനോഭിർ എന്ന് പറയുന്ന ഒരേ ഒരു പ്രിൻസിപ്പിൾ വെച്ചിട്ടാണ് പറയുന്നത്. എന്താണ്? ഈ ഒരു സ്ഥലത്ത് നിന്നുകൊണ്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രമേ നിങ്ങളോട് നിങ്ങളുടെ സ്പിരിച്വൽ മാസ്റ്ററും വൈഷ്ണവരും
പറയാൻ, അതായത് നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ, നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യങ്ങളും അവർ നിർബന്ധിച്ച് ചെയ്യില്ല. എന്താണ് ചെയ്യുന്നത്? ആ ഒരു സിൻസിയറിറ്റി, ആത്മാർത്ഥത മാത്രമാണ് അവർ പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് ഇവിടെ എന്താണ് പറയുക, നമ്മളുടെ ലക്കാണ് അല്ലെങ്കിൽ ഭാഗ്യമാണ് ഭഗവാൻ വന്നിട്ട് അർച്ചാവിഗ്രഹമായിട്ട് നമ്മുടെ മുന്നിൽ വന്ന് പ്രത്യക്ഷനായിരിക്കുന്നത്. അത് സ്വയം കൃഷ്ണനും ബലരാമനും അല്ലെങ്കിൽ ശ്രീമതി രാധാറാണിയും ശ്രീകൃഷ്ണ ഭഗവാനും ആണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ ഭക്തിയുത സേവനം എന്ന് പറയുന്നത് നമ്മളെ ഈ ഒരു ഭൗതിക ലോകത്തിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് സഹായിക്കും. ഒരു ശ്ലോകം കൂടി നമുക്ക്, 9ാമത്തെ ശ്ലോകം. യർഹ്യംബുജാക്ഷ പസസാരഭോ ഭവാൻ കുരൂൻ വാത സുഹൃത്തി ദൃക്ഷയാ തത്രാബ്ദകോട്ടി പ്രതിമാക്ഷണോ ഭവേത് രവിം വിനാക്ഷ്ണോർ ഇവ നസ്തവാച്യുതാ. യർഹ്യംബുജാക്ഷാപസസാരഭോ ഭവാൻ കുരൂൻ വാത സുഹൃത്തി ദൃക്ഷയാ തത്രാബ്ധകോട്ടി പ്രതിമാക്ഷണോ ഭവേത് രവിം വിനാക്ഷ്ണോർ ഇവ നസ്തവാച്യുതാ. അവര് പറയുകയാണ്, എത്ര നാളായി ഞങ്ങൾ അങ്ങേ കാത്തിരിക്കുന്നു കൃഷ്ണ, അങ്ങ് അറിയുന്നുണ്ടോ ഇതൊക്കെ? എന്താണ്? യർഹി അംബുജാക്ഷ, അല്ലയോ അംബുജാക്ഷ, അങ്ങ് അവിടെ ആയിരുന്നപ്പോൾ, എവിടെ ആയിരുന്നപ്പോൾ? അപസസാര, അങ്ങ് പുറത്ത് അല്ലെങ്കിൽ ദ്വാരകയിൽ നിന്നും പോയിരുന്നപ്പോൾ. എവിടെ? കുരൂൻ മഥൂൻ വാ അഥ സുഹൃത് ദിദിക്ഷയ. എന്താണ് കുരു? അതായത് കൗരവരുടെ അടുത്തോ, കൗരവർ എന്ന് ഉദ്ദേശിക്കുന്നത് കിങ്കുരു, കുരുവംശത്തിൽ തന്നെയാണ് പാണ്ഡവരും ഉണ്ടായിരുന്നത്. ദുര്യോധനാദികളും പാണ്ഡവരും എല്ലാം ആ വംശത്തിൽ തന്നെയാണ് ഉണ്ടത്. മഥുൻ, മഥുരയിലെ വ്രജഭൂമിയിലും വൃന്ദാവനത്തിൽ അങ്ങ് എവിടെ ആയിരുന്നാലും, ഇനി സുഹൃത്തുക്കളെ കാണാനോ എന്തിനു വേണ്ടിയിട്ടാണെങ്കിലും അങ്ങ് ഇവിടെ നിന്നും അപ്രത്യക്ഷനായിരിക്കുമ്പോൾ എന്താണ് ഞങ്ങൾക്ക് തോന്നുന്നതെന്ന് അറിയാമോ? തത്രാബ്ദ കോട്ടി പ്രതിമാക്ഷണോ ഭവേത്. എന്താണ് പറയുന്നത്? ഒരു ചെറിയ മൊമെന്റ് അവിടുന്ന് ഈ ഒരു സമയത്ത് ഞങ്ങളിൽ നിന്നും അപ്രത്യക്ഷനായിരിക്കുന്നത്, അപ്രകടമായിട്ടുള്ള അവസ്ഥയിൽ ഇരിക്കുന്നത് അബ്ധകോട്ടി പ്രതിമാ ക്ഷണ, അതായത് ഈ ഇത്തിരി സമയം എന്ന് പറയുന്നത് മില്യൺസ് ഓഫ് ഇയേഴ്സ് പോലെയാണ്. അതായത് അത്രയ്ക്കും ഉണ്ട് അവരുടെ ഭഗവാനെ കാണാനുള്ള ആഗ്രഹം എന്നാണ് പറയുന്നത് അവര്. ക്ഷണോ ഭവേത്. പിന്നെ എന്താണ്? രവിം വിന അക്ഷ്ണോർ ഇവ, അതായത് സൂര്യനില്ലാതെ ആർക്കും ഒന്നും കാണാൻ കഴിയുകയില്ല. യഥാർത്ഥത്തിൽ വെട്ടം അല്ലെങ്കിൽ സൂര്യപ്രകാശം ഉണ്ടെങ്കിൽ മാത്രമേ എല്ലാവർക്കും കാണാൻ കഴിയുകയുള്ളൂ. കണ്ണുള്ളത് കൊണ്ട് വലിയ പ്രയോജനമൊന്നുമില്ല. നോക്കി, ഈ ലൈറ്റ് എല്ലാം ഓഫ് ചെയ്തിട്ട് എല്ലാം കംപ്ലീറ്റ് ഇരുട്ടായിരിക്കുന്ന സമയത്ത് വെളിച്ചം എന്ന് പറയുന്നത് ഇല്ലാതെ നമ്മളുടെ കണ്ണുകൾ എത്ര റെട്ടിനയും കോൺസും റോഡ്സും ഒക്കെ ഉണ്ടെങ്കിലും അതിനെന്തെങ്കിലും പ്രയോജനമുണ്ടോ? ഇല്ല. ഇതിന് ആ കാഴ്ച ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ വെട്ടം അല്ലെങ്കിൽ പ്രകാശം വേണം, സൂര്യന്റെ പ്രകാശം വേണം. അതുണ്ടെങ്കിൽ മാത്രമേ കാണാൻ സാധിക്കുകയുള്ളൂ. അതേപോലെ അങ്ങ് ഇല്ലാതിരിക്കുന്ന സമയം എന്ന് പറയുന്നത് ഞങ്ങളുടെ ജീവിതത്തിൽ ഈ കാഴ്ചയില്ലാത്ത അവസ്ഥ പോലെയാണ്. ഓ ലോട്ടസ് ഐഡ് ലോർഡ്, whenever you go away to Mathura, Vrindavan or Hastinapur to meet your friends and relatives, every moment of your absence seems like millions of years. Oh infallible one, at that time our eyes become useless as if bereft of sun. അല്ലയോ പത്മലോചന, അങ്ങ് മധുരയിലോ വൃന്ദാവനത്തിലോ അല്ലെങ്കിൽ ഹസ്തിനപുരത്തിലോ ബന്ധുമിത്രാദികളെ ദർശിക്കാൻ പോകുമ്പോൾ അങ്ങയുടെ അഭാവത്തിലുള്ള ഓരോ നിമിഷവും ലക്ഷക്കണക്കിന് വർഷങ്ങളെ പോലെ അനുഭവപ്പെടുന്നു. അല്ലയോ അച്യുത, ആ വേളകളിൽ സൂര്യനില്ലാത്തപ്പോഴെന്ന പോലെ ഞങ്ങളുടെ നയനങ്ങൾ ഉപയോഗശൂന്യമായി ഭവിക്കുന്നു. അതായത് പ്രഭുപാദ് ഇതിന്റെ പർപ്പട്ടിനകത്ത് പറയുന്നു, our senses are not absolute by themselves. They can only act under certain conditions. For example, our eyes. As long as sunshine is there, our eyes are useful to a certain extent.
അതായത് നമ്മളുടെ കണ്ണുകൾ ഉപയോഗം വരുന്നത് എപ്പോഴാണ്? സൂര്യപ്രകാശം അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള പ്രകാശം ഉള്ളപ്പോഴാണ്. ബട്ട് ഇൻ ദി ആബ്സെൻസ് ഓഫ് സൺഷൈൻ ദി ഐസ് ആർ യൂസ്ലെസ്. ഇതിനകത്ത് റോഡും കോണും മറ്റു തരത്തിലുള്ള എല്ലാ സാധനങ്ങളും, റെട്ടിനയുടെ 10 ലെയർ നമ്മൾ പഠിക്കും മെഡിക്കൽ ബുക്സിനകത്ത്. റെട്ടിനയ്ക്ക് 10 ലെയർ ഉണ്ടെന്ന് പറയും. ഇതെല്ലാം യൂസ്ലെസ് ആണ്. ഇതെല്ലാം ഇൻടാക്ട് ആയിട്ട് ഇങ്ങനെ തന്നെ ഉണ്ടെങ്കിലും വെളിച്ചം ഉണ്ടെങ്കിൽ മാത്രമേ കാഴ്ച ഉണ്ടാവുകയുള്ളൂ. സോ ലോർഡ് ശ്രീകൃഷ്ണ ബീങ് ദ പ്രിമേവൽ ലോർഡ്, ദ സുപ്രീം ട്രൂത്ത് ഈസ് കമ്പയർഡ് ടു ദ സൺ. സൂര്യനെ പോലെയാണ് ഭഗവാൻ. വിത്തൗട്ട് ഹിം ഓൾ ആർ നോളജ് ഈസ് ഈദർ ഫോൾസ് ഓർ പാർഷ്യൽ. അദ്ദേഹത്തിനോട് ബന്ധമില്ല എന്നുണ്ടെങ്കിൽ നമുക്കറിയാൻ പറ്റുന്ന എല്ലാ തരത്തിലുമുള്ള ഡിഗ്രികളും അതും ഇതും എല്ലാം, എല്ലാ ജ്ഞാനവും എന്ന് പറയുന്നത് ഉപയോഗശൂന്യമാണ്. ദി ഓപ്പോസിറ്റ് ഓഫ് ദ സൺ ഇസ് ഡാർക്ക്നെസ്, ആൻഡ് സിമിലർലി ദി ഓപ്പോസിറ്റ് ഓഫ് കൃഷ്ണ ഇസ് മായ ഓർ ഇല്യൂഷൻ. കൃഷ്ണ സൂര്യ സമ, മായാ ഹൈ അന്ധകാര, ജഹാ കൃഷ്ണ തഹാ നഹി മായാരാധികാർ. അതായത് ഈ സൂര്യൻ ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മളെല്ലാം ഇരുട്ടിലായിരിക്കും, അജ്ഞാനത്തിലായിരിക്കും, അതായത് മായയിലായിരിക്കും. The devotees of the Lord can see everything in true perspective due to the light disseminated by Lord Krishna. എങ്ങനെയാണ് ഭക്തന്മാർക്ക് ചുറ്റുമുള്ള കാര്യങ്ങളെ യഥാതഥം കാണാൻ കഴിയുന്നത്? ഭഗവാന്റെ ദത്തമായ ജ്ഞാനം കൊണ്ട്. By the grace of the Lord, the pure devotee cannot be in darkness of ignorance. Therefore, it is necessary that we must always be in the sight of Lord Krishna so that we can see both ourselves and the Lord with his different energies. അതുകൊണ്ട് ഭക്തനായിരിക്കേണ്ടത് അത്യാവശ്യമാണ്. എന്തിനു വേണ്ടിയിട്ട്? എന്താണോ ഭൗതിക ലോകത്തിൽ യഥാതഥം കാണേണ്ടത് അതിനെ അതേപോലെ കാണുവാൻ വേണ്ടിയിട്ട്. As we cannot see anything in the absence of the sun, so also we cannot see anything, including our own self, without the factual presence of the Lord. Without him, all our knowledge is covered by illusion. അതാണ് പറയുന്നത്. എന്താണ്? കൃഷ്ണ സൂര്യ സമ, മായാ ഹൈ അന്ധകാര, ജഹാ കൃഷ്ണ തഹാ നഹി മായാരാധികാർ. അതായത് ഭഗവാൻ ഉള്ളിടത്ത് മായ ഉണ്ടാവുകയില്ല. അപ്പൊ നമ്മളുടെ കാഴ്ച, യഥാർത്ഥത്തിലുള്ള കാഴ്ച ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ എന്തായിരിക്കണം? സൂര്യനെ പോലെ ഭഗവാൻ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം എന്നാണ് ദ്വാരകാവാസികൾ നമുക്ക് പറഞ്ഞു തരുന്നത്. അപ്പൊ നമുക്ക് പണിയായി. അപ്പോ ഈ ഒരു ഭാഗം, അതായത് 9ാമത്തെ ശ്ലോകം കൊണ്ട് നമുക്ക് ഈ ക്ലാസ് അവസാനിപ്പിക്കാം. അടുത്ത ക്ലാസ്സിൽ നമ്മൾക്ക് എന്താണ് ബാക്കിയുള്ള ശ്ലോകങ്ങളെന്ന് കാണാം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. ഹരേ കൃഷ്ണ മാതാജി, ക്ലാസ് വളരെ നന്നായിരുന്നു. ഹരേ കൃഷ്ണ മാതാജി. മാതാജിക്ക് എന്തെങ്കിലും ഫോളോ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ ഉണ്ടായിരുന്നോ? എല്ലാം മനസ്സിലായോ? മനസ്സിലായിരുന്നു മാതാജി. നന്നായി പ്രിപ്പയർ ചെയ്ത് നന്നായി മനസ്സിലായി മാതാജി. താങ്ക് യു. ആർക്കെങ്കിലും എന്തെങ്കിലും സംശയങ്ങളോ എന്തെങ്കിലും ഉണ്ടോ? ഹരേ കൃഷ്ണ മാതാജി. പ്രണാം മാതാജി. നന്നായിട്ടുണ്ടായിരുന്നു ക്ലാസ്. വേർഡ് ബൈ വേർഡ് മീനിങ് ആ മാതാജി പറയുന്ന. അതും ആ 11:8 1:11:8 അതൊക്കെ നന്നായിട്ടുണ്ടായിരുന്നു മാതാജി. താങ്ക് യു സോ മച്ച്. ഹരേ കൃഷ്ണ. അപ്പൊ ഇത് കണ്ടിന്യൂസ് ഇത് ഇനി സാറ്റർഡേ ഉണ്ടല്ലേ മാതാജി? സാറ്റർഡേ ഞാന് പറയാം പ്രഭു. കാരണം നമ്മൾ ഒരു സാറ്റർഡേ എടുക്കാൻ വേണ്ടി